السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അഥവാ തൗഹീദും സുന്നത്തുമായി ബന്ധപ്പെട്ട ഒരു തുറന്ന മുഖാമുഖമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഇവിടെ വിഷയാവതരണം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ബഹുമാന്യനായ ഫദൽ ഹക്ക് ഉമരിയാണ് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അതിനുശേഷം മഗ്രിബ് നമസ്കാരത്തിൻ്റെ കുറച്ച് മുമ്പ് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അത് കഴിഞ്ഞ് 8 മണി വരെ ഇൻഷാ അല്ലാഹ് ഈ മുഖാമുഖം നമുക്ക് തുടർത്തിക്കൊണ്ടുപോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. വിഷയത്തിന് യോജിക്കുന്ന വിഷയാധിഷ്ഠിതമായ സംശയങ്ങൾ ചോദിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ബഹുമാന്യനായ ഫദൽ ഹക്ക് ഉമരിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فمن أظلم ممن افترى على الله كذبا أو كذب بآياته أولئك ينالهم نصيبهم من الكتاب حتى إذا جاءتهم رسلنا يتوفونهم قالوا أينما كنتم تدعون من دون الله قالوا ضلوا عنا وشهدوا على أنفسهم أنهم كانوا كافرين. സ്നേഹാദരണീയരായ
സഹോദരന്മാരെ, സഹോദരികളെ, ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഏതാനും മണിക്കൂറുകൾ വിഷയാവതരണത്തിലൂടെയും ഒരു പഠനം എന്ന നിലക്ക് ചോദ്യോത്തര സെഷനിലൂടെയും ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത്. മനുഷ്യന്റെ പരലോക വിജയത്തിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് അവന്റെ വിശ്വാസം ശരിയാകുക എന്നുള്ളത്. ആ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയമാണ് തന്റെ സ്രഷ്ടാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യന്റെ വിശ്വാസങ്ങൾ. അതിൻ്റേതും പ്രത്യേകം പല രൂപത്തിലുള്ള മേഖലകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഒരു മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച് നിയന്ത്രിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് മനുഷ്യന്റെ സ്വർഗപ്രവേശനത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ്. അവിടെ അപാകത സംഭവിക്കുമ്പോൾ ഒട്ടനവധി വിപത്തുകൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം വളരെ സവിസ്തരം ജനങ്ങളെ പഠിപ്പിക്കുന്നുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥന, അതിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വീഴ്ച സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങൾ, അവൻ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, അവരുടെയെല്ലാം പരിഹാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് ആ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ സന്നദ്ധനായിട്ടുള്ള, അതിന് കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പക്ഷേ ആധുനിക മുസ്ലിം സമൂഹം ഈ വിഷയത്തിൽ വളരെയധികം അപകടത്തിലും വലിയ ഒരു തിന്മയിലും പെട്ട് ഉഴലുന്ന ഒരു കാലഘട്ടമാണിന്ന്. പലപ്പോഴും ശരിയായ വീക്ഷണങ്ങളും ശരിയായ നയങ്ങളും എന്താണ് എന്ന് പ്രാമാണികമായി മനസ്സിലാക്കാത്തതിന്റെ പേരിൽ, പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്തതിന്റെ പേരിൽ അല്ലാഹു അല്ലാത്ത പലരോടും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് കാണുവാൻ സാധിക്കും. വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയും ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടിയും തുറന്ന് വിഷയം സംസാരിക്കുകയാണ്. സാധാരണ നമുക്കൊരു പ്രയാസം നേരിടുമ്പോൾ, അത് രോഗമാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏത് വിഷയമോ ആകട്ടെ, ആ രോഗം നമുക്ക് മാറ്റി ശിഫ നൽകാൻ, നമുക്ക് ആഫിയത്ത് നൽകാൻ, നമ്മുടേതായ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു തരാൻ നമ്മൾ ആവശ്യപ്പെടേണ്ടുന്നതും പ്രാർത്ഥിക്കേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് ജനങ്ങൾ ചെയ്യുന്നത്, അല്ലാഹുവേ എന്റെ രോഗം മാറ്റണമേ എന്ന് പറയേണ്ടതിന് പകരം, അല്ലാഹുവേ എനിക്ക് നീ ആഫിയത്ത് നൽകണമേ എന്ന് പറയേണ്ടതിന് പകരം, അല്ലാഹുവേ എനിക്ക് നീ ജീവിതത്തിൽ ഖൈറും നന്മയും തരയണമേ എന്ന് പറയേണ്ടതിന് പകരം, അല്ലാഹുവേ എന്റെ പാപങ്ങൾ നീ പുറത്തു തരയണമേ എന്ന് പറയേണ്ടതിന് പകരം, അല്ലാഹുവേ എനിക്ക് നീ ഹിദായത്ത് നൽകണേ എന്ന് പറയേണ്ടതിന് പകരം, അല്ലാഹുവിന്റെ സൃഷ്ടികളോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് സഹോദരന്മാരെ ശിർക്ക് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിക്കേണ്ടുന്ന കാര്യങ്ങൾ, അവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ, അവന്റെ വിഷയത്തിൽ മാത്രം ഭയപ്പെടേണ്ടുന്ന കാര്യങ്ങൾ ആ അല്ലാഹു അല്ലാത്ത സൃഷ്ടികളോട് ചോദിക്കുകയും അവരോട് ആവശ്യപ്പെടുകയും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും അവരുടെ കാര്യത്തിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ശിർക്കിന്റെ മേഖലകളും സമൂഹത്തിലുണ്ട്. ഈ വിഷയത്തെ പലപ്പോഴും പല ആളുകളും വളരെ നിസ്സാര മനോഭാവത്തോടു കൂടി കാണാറുണ്ട്. ഇസ്ലാം ഇതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ്
ഈ ആശയം പഠിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർക്കൽ, അത് മനുഷ്യന്റെ ഇഹലോകത്തും നഷ്ടമാണ്, നാളെ പരലോകത്തും നഷ്ടമാണ്. അള്ളാഹു തആല പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നതിനെ ഒരിക്കലും അവൻ പൊറുക്കുകയില്ല. ആ പാപം അല്ലാഹു ഒരിക്കലും പൊറുക്കുന്നതല്ല. അതല്ലാത്ത തിന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ നാളെ പരലോകത്തേക്ക് എത്തിയാൽ അത് അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ, അവർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കും, ഉദ്ദേശിക്കുന്ന ആളുകൾ അവർ ശിക്ഷിക്കുകയും ചെയ്യും. ഇനി അഥവാ ഒരു വ്യക്തി ചെയ്യുന്ന തിന്മയുടെ പേരിൽ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ നരകശിക്ഷയ്ക്ക് വിധേയനായാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവർത്തിച്ചുകൊണ്ടുള്ള പല ശഫാഅത്തുകളും ഹദീസുകളും കാണുവാൻ സാധിക്കും. അതിനുശേഷം ആ വ്യക്തിയെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ ഒരു വ്യക്തി ശിർക്ക് ചെയ്തുകൊണ്ട് ജീവിച്ചവനാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാർത്ഥനയ്ക്ക് പുറമെ മറ്റുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലാണ് ജീവിച്ചത് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതല്ല എന്ന് മാത്രമല്ല, അള്ളാഹു പ്രത്യേകം പഠിപ്പിച്ചു, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. വല്ലവനും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ്. ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് നാളെ ലഭിക്കാനിരിക്കുന്ന സ്വർഗം അത് നിഷിദ്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ സഹോദരങ്ങളെ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും വന്നുകൂടാ. ഏത് നബിയാണെങ്കിലും ശരി, വലിയാണെങ്കിലും ശരി, ശുഹദാക്കളാണെങ്കിലും ശരി, സ്വാലിഹീങ്ങളാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവരെല്ലാവരും സൃഷ്ടികളാണ്. ആ സൃഷ്ടികളൊന്നും തന്നെ ഒരിക്കലും പ്രാർത്ഥനക്കർഹരല്ല. പ്രാർത്ഥനക്കർഹനായിട്ടുള്ളവൻ എല്ലാം കേൾക്കുന്നവനായ, എല്ലാം കാണുന്നവനായ, എല്ലാം അറിയുന്നവനായ, എല്ലാറ്റിനും കഴിവുള്ള, ഏത് മനുഷ്യന്റെയും ഏത് സൃഷ്ടിയുടെയും വ്യക്തിജീവിതങ്ങൾ അറിയുന്ന, അവന്റെ രഹസ്യമറിയുന്ന, അവന്റെ പരസ്യമറിയുന്ന, അവന്റെ പകലുകൾ അറിയുന്ന, എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലേ ഉറക്കമില്ലാത്തവൻ, അവനല്ലേ മയക്കമില്ലാത്തവൻ, അവനല്ലേ ക്ഷീണമില്ലാത്തവൻ. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം പറയുമ്പോ, ആവശ്യപ്പെടുമ്പോ ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, എനിക്ക് ചെയ്തു തരാൻ സാധ്യമല്ല എന്ന് പറയാത്ത, എല്ലാറ്റിനും കഴിവുള്ള, എല്ലാ സന്ദർഭത്തിലും സൃഷ്ടികളുടേതായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് സുബ്ഹാനഹു വ തആല, അവനോട് പ്രാർത്ഥിക്കാവൂ. ആ റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇത് ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കന്മാരെ പഠിപ്പിച്ച ആദർശമാണ്. അമ്പിയാക്കന്മാരെന്ന് മാത്രമല്ല, ഏതെല്ലാം നല്ല നല്ല ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ അവരെല്ലാം ഈ ആശയം സമൂഹത്തെ പഠിപ്പിച്ചവരാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഒരു വ്യക്തി, ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, തന്റെ മകന് കൊടുത്ത ഉപദേശം അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ലുഖ്മാനിന്റെ 13-ാമത്തെ വചനത്തിലൂടെ, വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ലുഖ്മാൻ തന്റെ മകന് നൽകിയ ഉപദേശം, ആ ഉപദേശം നൽകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ്. അയുശ്രികൂന, ആളുകൾ പങ്കു ചേർക്കുകയാണോ, മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ, ഒന്നിനെയും സൃഷ്ടിക്കാത്ത, ഒന്നിനെയും സൃഷ്ടിക്കാൻ സാധ്യമല്ലാത്ത ആളുകളെ ഇവർ പങ്കാളികളാക്കുകയാണോ, വഹും യുഖ്ലഖൂൻ, ആരെയാണോ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആരെയാണോ ഇവർ അല്ലാഹുവിൽ പങ്കാളികളാക്കുന്നത്, അവരെല്ലാം സൃഷ്ടികളാണ്, അവരൊക്കെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരാരും റബ്ബിന്റെ ഒരു വിഷയത്തിലും പങ്കാളികളാകാൻ അർഹരല്ല. ഖുൽ, ചോദിക്കൂ അവരോട് പ്രവാചകരെ, ഹൽ മിൻ ശുറകായിക്കും മൻ യഹ്ദി ഇലൽ ഹഖ്, ഖുലില്ലാഹു യഹ്ദി ലിൽ ഹഖ്, ഹഖിലേക്ക് വഴി നടത്താനും സത്യത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കാനും ഹിദായത്ത് നൽകാനും അല്ലാഹു അല്ലാത്ത ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? പറയൂ പ്രവാചകരെ, അല്ലാഹുവാണ് ഹഖിലേക്ക് വഴി നടത്തുന്നവൻ. ഈ നിലക്ക് അല്ലാഹു തആല അവനിലുള്ള ആരെങ്കിലും പങ്കുചേർക്കുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് അത് പാടില്ലാത്തതാകുന്നു എന്ന നിലയ്ക്ക് വിശദീകരിക്കുകയാണ്. സൂറത്തുൽ ജിന്നിന്റെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, പ്രവാചകരോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ്, ഖുൽ, നബിയെ നിങ്ങൾ പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ.
ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ ആ അല്ലാഹുവിൽ ഒരാളെയും പങ്കുചേർക്കുകയില്ല. പലപ്പോഴും സമൂഹത്തിൽ പല നിലക്കുള്ള ന്യായീകരണങ്ങൾ, വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് പുറമെ മറ്റുള്ള പലരെയും പല ആളുകളും വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹുവിൽ പങ്കുചേർക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹിനെ പോലെ വേറെ അള്ളാഹ് ഉണ്ട് എന്ന് പറയരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പോലെ ഖാലിഖാണ് എന്നോ അള്ളാഹുവിനെ പോലെ സമദാണ് എന്നോ അള്ളാഹുവിനെ പോലെ അഹദാണ് എന്നോ അള്ളാഹുവിനെ പോലെ എല്ലാറ്റും കഴിവുള്ളവനാണ് എന്നോ വിശ്വാസമില്ലാതെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന നിലക്ക്, മഹത്തുക്കളായ ആളുകൾ എന്ന നിലക്ക് നമ്മൾ മരിച്ചുപോയ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ന്യായീകരണങ്ങൾ ചില ആളുകൾ നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞ അള്ളാഹിനെ പോലെ വേറെ അള്ളാഹ് ഉണ്ടെന്ന് പറയലല്ല. അങ്ങനത്തെ ഒരു ശിർക്ക് ലോകത്ത് ഉണ്ടായിട്ടില്ല. അള്ളാഹിനെ പോലെ വേറെ അള്ളയുണ്ട്. ഖാലിഖായ, മാലിക്കായ, മുദബ്ബിറായ ഒരു അള്ളാഹിനെ പോലെ മറ്റൊരു സൃഷ്ടാവ് ലോകത്തുണ്ട് എന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. നേരെ മറിച്ച് ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതെന്തോ അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ അത് ആ റബ്ബിൽ അവരെ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ മാത്രം പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളും മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാത്രം വിശേഷണങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് ചാർത്തിക്കൊടുത്താൽ അത് അള്ളാഹുവിൽ അവരെ പങ്കുചേർക്കലാണ്. ഇങ്ങനെ ശിർക്കിൻ്റെതായ വ്യത്യസ്ത മേഖലകൾ കടന്നു വരുന്നുണ്ട്. ഒരിക്കലും ഒരു നിലക്കുമുള്ള ശിർക്കും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതൊരു ഹറാമായ കാര്യമാണ്. ശിർക്കിന്റെ ഹുക്മ് ഹറാമാണ് എന്ന്. ഹറാമെന്ന് പറഞ്ഞ ഒരു നിസ്സാരമായ കാര്യമെന്നല്ല, നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നാണ് അതിന്റെ അർത്ഥം. സൂറത്തു അൻആമിന്റെ 151-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ള, ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയാണ് അല്ലാഹു തആല. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ലാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ ഒന്നാമത്തേത് അല്ലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിൽ നിങ്ങൾ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും സ്വയം പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞ കാര്യമാണത്. സൂറത്തുൽ റഅദിന്റെ 36-ാമത്തെ വചനം അല്ലാഹു പറയാ, ഖുൽ, നബിയെ പറയണം, ഇന്നമാ ഉമിർതു അൻ അഅബുദല്ലാഹ, ഞാൻ കൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് കൊടുക്കാനാണ്. പ്രാർത്ഥന ആരാധനയാണ്, നമസ്കാരം ഒരു ആരാധനയാണ്, സകാത്ത് ആരാധനയാണ്, ഹജ്ജ് ആരാധനയാണ്, സ്വതക്കകൾ ആരാധനയാണ്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ സ്വതക്ക ചെയ്യാറില്ല, സകാത്ത് നൽകാറില്ല, നമസ്കാരം നിർവഹിക്കാറില്ല, ഹജ്ജ് നിർവഹിക്കാറില്ല. എല്ലാം റബ്ബുമായുള്ള ബന്ധമാണ്. എന്നാൽ എപ്രകാരം നമസ്കാരവും സകാത്തും നോമ്പുമെല്ലാം ഇബാദത്തും ആരാധനയുമാണോ അതേ പ്രകാരമുള്ള ഒരു ആരാധനയാണ് പ്രാർത്ഥന എന്നുള്ളത്. എന്നു മാത്രമല്ല അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇബാദത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒരാളെയും പങ്കുചേർക്കാൻ പാടില്ല. അപ്പൊ ശിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ആയത്തുകളിലൂടെ ശിർക്ക് വരാൻ പാടില്ല, റബ്ബിൽ പങ്കുചേർക്കാൻ പാടില്ല എന്ന് അടിക്കടി അല്ലാഹു തആല പറയുന്നുണ്ട്. അതോടൊപ്പം അല്ലാഹ് പറയാ, നിങ്ങളുടെ പ്രാർത്ഥന എന്നോട് മാത്രമായിരിക്കണം എന്ന്. നമ്മുടെ ഉസ്താദുമാരും ഉസ്ലാക്കന്മാരും ഒക്കെ പലപ്പോഴും പ്രഭാഷണങ്ങൾ നടത്തുമ്പോ അവർ പറയാറുള്ള കാര്യമാണ്, മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല, ബദ്രീങ്ങളെ വിളിച്ച് ദുആ ചെയ്തോളൂ, കുഴപ്പമില്ല. ദുആ ചെയ്യുക എന്നുള്ള അതേ പദപ്രയോഗം തന്നെ അവർ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാടുകളിൽ സാധാരണയായി ചൊല്ലിക്കൊണ്ടിരിക്കാറുള്ള മാലകളാകട്ടെ, മൗലിദുകളാകട്ടെ, അതുമായി ബന്ധപ്പെട്ട ഏത് കാര്യമാകട്ടെ, അതിലൊക്കെ അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ എന്ന് പറയുന്ന മേഖല തന്നെ കടന്നു വരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഒരു ഭാഗത്തും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന ആകാം എന്ന് പറയുന്നതായി കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച് അതിന് നേരെ എതിരെ ഖുർആനിൽ ഉണ്ടാകും. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥന. അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥന പഠിപ്പിച്ചു, അത് അള്ളാഹുവോട് മാത്രം. ഔലിയാക്കളുടെ പ്രാർത്ഥന പഠിപ്പിച്ചു, അത് അള്ളാഹുവോട് മാത്രം. അങ്ങനെ ദീനുമായി ബന്ധമുള്ള യഥാർത്ഥ മുസ്ലിമായി ആരൊക്കെ ജീവിച്ചിട്ടുണ്ട് അവരൊക്കെ ചരിത്രം ഖുർആൻ പറയുമ്പോൾ അവർ പ്രാർത്ഥിച്ചത് റബ്ബിനോടായിരുന്നു എന്ന് അല്ലാഹ് പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ജിന്നിലൂടെ അല്ലാഹു തആല പറഞ്ഞല്ലോ, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹുവോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരാളോട്,
ഏതെങ്കിലും ഒരു നബിയോട്, ഏതെങ്കിലും ഒരു വലിയനോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്ന ഒരു ആയത്തിന് ഒരു ഭാഗമെങ്കിലും വിശുദ്ധ ഖുർആനിൽ കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിയും അവന്റെ പ്രമാണമായി സ്വീകരിക്കേണ്ടത് ഖുർആനാണ്. ആ ഖുർആനിന്റെ വിശ്വാസം എന്താണോ അതായിരിക്കണം നമ്മുടെ വിശ്വാസം. ഏതെങ്കിലും ആളുകൾ പിൽക്കാലഘട്ടത്തിൽ കടന്നു വരികയും അവരുടേതായ ന്യായീകരണങ്ങളും ദുർവ്യാഖ്യാനങ്ങളും നൽകിക്കൊണ്ട് മരിച്ചുപോയ ഒരുപാട് ആളുകൾ ഇപ്പൊ ഇന്ന് മുഹയ്യദ്ദീൻ ശൈഖ് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഈ സമൂഹത്തെ നയിക്കുന്ന പണ്ഡിതന്മാർ. റിഫായി ശൈഖ് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? സമൂഹത്തെ നയിക്കുന്ന ഈ പണ്ഡിതന്മാർ. എന്നു മാത്രമല്ല, പേരറിയുന്നതും പേരറിയാത്തതുമായ ഈ അടുത്ത് മരിച്ചുപോയവരും കുറെ മുമ്പ് മരിച്ചുപോയവരുമായ ഒട്ടനവധി ആളുകൾ ഇന്ന് പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രം പോകേണ്ടുന്ന, അല്ലാഹു തആല അവരോട് മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയാണ് ആ റബ്ബിൽ പങ്കു ചേർത്തുകൊണ്ട് ആധുനിക മുസ്ലിം സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോട്? അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, സ്വാലിഹീങ്ങളോട്, മഹത്തുക്കളായ ആളുകളോട്. അല്ലാഹു തആല പറയാണ്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിനുള്ളത്. അല്ലാഹുവോടൊപ്പം നിങ്ങൾ ഒരാളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മുടെ നാടുകളിൽ എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് ഈ ജീലാനി ജന്മദിനം എന്ന് പറയുന്ന ഒരു ആഘോഷം. ജീലാനി അനുസ്മരണം, ജീലാനി ദിന ആഘോഷങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ നടക്കാറുണ്ട്. ഇത് നടക്കുന്ന സന്ദർഭത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി ജനങ്ങൾ കണ്ട് വലിയ പുണ്യത്തോടുകൂടി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഖുതുബിയ്യത്ത് എന്ന് പറയുന്നത്. ആ ഖുതുബിയ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ല പ്രാർത്ഥന, തൗഹീദ് പഠിപ്പിക്കുന്ന ഒരു കിതാബും അല്ല അത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ഖുതുബിയ്യത്തിന്റെ ആവശ്യവുമില്ല. അല്ലാഹു തആല നിങ്ങൾ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നും ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ അള്ളയോടൊപ്പം ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല എന്നും വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ ഈ ഖുതുബിയ്യത്തിൽ കാണാൻ സാധിക്കും. വമയ്യുനാദി സുമീ അൽഫൻ ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യദ്ദീൻ. എന്താ പറയുന്നത്? നിങ്ങളൊരാള് 1000 തവണ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഉറക്കം തൂക്കലില്ലാതെ നല്ല മനസാന്നിധ്യത്തോടു കൂടി എന്റെ പേര് വിളിച്ചാൽ ഞാൻ അവന് ആ വിളിയുടെ ഭാഗമായി കൊണ്ട് അജബ്തുഹു മുസ്രിഅ, വളരെ പെട്ടെന്ന് ഉത്തരം കൊടുക്കും. അതുകൊണ്ട് ഫൽയദഉ, അവൻ ദുആ ചെയ്തു കൊള്ളട്ടെ. എന്താ പറയേണ്ടത്? യാ അബ്ദുൽ ഖാദിർ മുഹയ്യദ്ദീൻ, അല്ലയോ അബ്ദുൽ ഖാദിറോരെ. അല്ലാഹു പറയാ ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യല്ല. മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുക ഫൽയദഉ, ദുആ ചെയ്തോളൂ. ആര് പറയുന്നതാ സ്വീകരിക്കേണ്ടത്? സ്വർഗം ആഗ്രഹിക്കുന്ന വിശ്വാസി ഏതാ പിൻപറ്റേണ്ടത്? ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ച ആയത്തോ അത് മുസ്ലിയാക്കന്മാർ കൊണ്ടുവന്ന ഈ ഖുതുബിയ്യത്ത് പോലെയുള്ള അല്ലാഹുവിന്റെ ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത, മനുഷ്യനെ അല്ലാഹുവിൽ നിന്ന് അകറ്റിക്കളയുന്ന, മനുഷ്യന്റെ സ്വർഗപ്രവേശനത്തിനും തടസ്സമായി വരുന്ന, തടസ്സം സൃഷ്ടിക്കുന്ന ഇത്തരം കൃതികളുടെ പിന്നാലെയാണ് നമ്മൾ പോകേണ്ടതും. നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് വിലയിരുത്തുക. അല്ലാഹു അല്ലേ പറയുന്നത്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. അല്ലാഹു പറയാം, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അങ്ങനെ ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും പറയാൻ അർഹതയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നിട്ട് അല്ലാഹു പറയാ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോടുള്ള ഇബാദത്തിൽ വല്ല ആളുകളും അഹങ്കാരം കാണിച്ചാൽ അവനെ നാം നിന്ദ്യനായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നാണ്. ഈ ആയത്തിന്റെ തുടക്ക ഭാഗവും ഈ ആയത്തിന്റെ അവസാന ഭാഗവും നിങ്ങൾ പരിശോധിക്കിൻ. വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബ് പറയുകയാകുന്നു. എന്താ പറയുന്നത്? ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, എന്നോട് നിങ്ങൾ ദുആ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ഇബാദത്തിൽ വല്ലവരും അഹങ്കാരം കാണിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ നരകത്തിൽ നിന്ദ്യനായി പ്രവേശിക്കുന്നതാണ് എന്ന ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ എന്തു പറഞ്ഞത്? ദുആ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്.
കാരണം അല്ലാഹു തആല അവനോട് ദുആ ചെയ്യാനും അവനെ വിളിച്ചു പ്രാർത്ഥിക്കാനും പറയുന്നു. അവനെ വിളിച്ച് ദുആ ചെയ്യാനും പ്രാർത്ഥിക്കാനും പറയുന്നു. ആ പ്രാർത്ഥന പറഞ്ഞ ശേഷമാണ് എന്നോടുള്ള ഇബാദത്തിൽ വല്ലവനും അഹങ്കാരം കാണിച്ചാൽ ഞാൻ അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദുആ ഇബാദത്താണ്, ഇബാദത്ത് ആരാധനയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പാടുള്ളൂ എന്ന് പറയാനുള്ള കാരണം. അതേപോലെ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല പറയുകയാണ്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദാനി ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. വൈദാ സഅലക ഇബാദി, എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ, ഫഇന്നി ഖരീബുൻ, ഞാൻ അവരിലേക്ക് അടുത്തവനാകുന്നു. ഉജീബു ദഅവത ദാഇ, ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകും. ഇദാ ദആനി, അവൻ എന്നോട് ദുആ ചെയ്താൽ. അപ്പൊ എന്നോട് നിങ്ങൾ ദുആ ചെയ്യുന്നു എങ്കിൽ ആ ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകാം എന്ന് നമ്മോട് സ്നേഹമുള്ള കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ ആ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് ദുആയുടെ വിഷയങ്ങളെ തിരിച്ചുവിടുക എന്നുള്ളത് സഹോദരന്മാരെ നമ്മൾ ചെയ്യുന്ന വലിയ ഒരു ഭോഷത്തരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് അല്ലാഹു തആല അവരോട് മാത്രമേ ദുആ ചെയ്യാവൂ എന്ന് പറയുന്നത്? അവനാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, അവനാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുന്നവൻ. അതുകൊണ്ടാണ് ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ, ഞാൻ ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് ഉത്തരം നൽകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ദുആ ചെയ്യണമെന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം. അതേ പ്രകാരം സൂറത്തുൽ ഹജ്ജിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഹഖായിട്ടുള്ളവൻ, അവനോടേ ദുആ പാടുള്ളൂ. വഅന്നമാ തദ്ഊന മിൻ ദൂനിഹിൽ ബാത്തിൽ, അല്ലാഹുക്ക് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും ആരോട് പ്രാർത്ഥിച്ചാലും അതെല്ലാം ബാത്തിലാണ്. ബാത്തിൽ എന്ന് പറഞ്ഞാൽ നിഷ്ഫലമാണ്. അതുകൊണ്ട് യാതൊരു ഉപകാരമോ അതുകൊണ്ട് യാതൊരു ഗുണവുമോ ഇല്ല എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ഏത് ആയത്തുകൾ പരിശോധിച്ചാലും ഒരു ആയത്തിലും അല്ലാഹു തആലയല്ലാത്ത ഒരാളോടുമുള്ള ദുആ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹം അവര് സ്വീകരിച്ചിട്ടുള്ള വിശ്വാസവും ആ വിശ്വാസത്തിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും വളരെ അപകടകരമായ വളരെ ഗൗരവമേറിയ ഒരു അധപ്പതനത്തിന്റെ മേഖലയിലേക്കാണ് അവർ ചെന്നെത്തിയിട്ടുള്ളത്. ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ അല്ലാഹു തആല പറഞ്ഞല്ലോ അവരോട് മാത്രമായിരിക്കണം പ്രാർത്ഥന എന്നുള്ളത്, മരിച്ചുപോയവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാരും പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നതും അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. അവർ എഴുതി വച്ചിരിക്കുകയാണ്, മരണപ്പെട്ടവരെ വിളിക്കുന്നതും അവരോട് സങ്കടങ്ങൾ പറയുന്നതും ആവലാതി ബോധിപ്പിക്കുന്നതും ശിർക്കാണെന്നും അതവർക്കുള്ള ഇബാദത്തും ദുആയുമാണെന്നും ആദ്യമായി വാദിച്ച് ഒരാൾ രംഗത്ത് വന്നു. 8-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇങ്ങനെ ഒരു പുതിയ വാദം മുസ്ലിം ലോകം കണ്ടത്. എന്താ പറഞ്ഞത്? അല്ലാഹു തആലയോട് മാത്രമേ പ്രാർത്ഥന ആകാവൂ, അല്ലാഹു അല്ലാത്തവരോട് അത് നിർവഹിച്ചാൽ അത് ശിർക്കാണ് എന്ന വാദം ലോകത്ത് ആദ്യമായി വന്നത് 8-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദ് എന്തായിരുന്നു? പിന്നെ ബദറിൽ ഷഹീദായ ബദരീങ്ങൾ അവർ എന്തിനാ ഏറ്റുമുട്ടിയത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോട്, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോട്, അവരോടാണല്ലോ അവർ ഏറ്റുമുട്ടിയത്. ആ ബദറിൽ പങ്കെടുത്ത ആളുകളും അവരുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ബദറിലേക്ക് ഇറങ്ങുമ്പോ നിർവഹിച്ച പ്രാർത്ഥന എന്താ? ഇദ് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ് നടത്തിയപ്പോൾ, റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചപ്പോൾ. അപ്പൊ അവരുടെ പ്രാർത്ഥന റബ്ബിനോടായിരുന്നു. ഇതൊരു പുതിയ ആശയമല്ല. എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതലുള്ള വിശ്വാസമോ അന്ന് മുതലുള്ള പ്രാർത്ഥനയോ അല്ല ഇത്. ലോകത്ത് കഴിഞ്ഞുപോയ ഏതെല്ലാം അമ്പിയാക്കന്മാരും ഏതെല്ലാം നബിമാരും അവരുടെയെല്ലാം പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ നബിയായി പ്രവാചകനായി കടന്നു വന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആ ആദം നബിയുടെ പ്രാർത്ഥന ഖുർആനിലുണ്ടല്ലോ. അദ്ദേഹം സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പഴം ഭക്ഷിച്ചു. അല്ലാഹു തആല നിരോധിച്ച കാര്യമായിരുന്നു, മാനുഷികമായി സംഭവിച്ചു പോയ ഒരു വിഷയം. അദ്ദേഹം എന്താ ചെയ്തത്? റബ്ബനാ ളലംനാ അൻഫുസനാ
വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ അക്രമം പ്രവർത്തിച്ചു, നീ ഞങ്ങൾക്ക് പുറത്തു തരണം. അള്ളാഹുവിനോട് ആ പ്രാർത്ഥന. ഒന്നാമത്തെ മനുഷ്യന്റെ, ഒന്നാമത്തെ പ്രവാചകന്റെ പ്രാർത്ഥന നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചതായി ഖുർആൻ പറയുന്നുണ്ട്. ആ പ്രാർത്ഥനകളിലെല്ലാം റബ്ബി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാകുന്നു. ആ നൂഹ് നബിക്ക് ശേഷം വന്ന സകല പ്രവാചകന്മാരും, മൂസാ നബി ആകട്ടെ, ഈസാ നബി ആകട്ടെ, അവിടെ അങ്ങോട്ടും കൊല്ലോട്ട് പോയാൽ ഇബ്രാഹിം നബി ആകട്ടെ, അതുപോലെ മകനായ ഇസ്മായിൽ നബി ആകട്ടെ, അവരുടെ എല്ലാം പ്രാർത്ഥനകൾ ഖുർആനിൽ കാണാം. റബ്ബന, അല്ലാഹുമ്മ, സുബ്ഹാനക എന്ന് പറഞ്ഞുകൊണ്ട്. ഇബ്രാഹിം നബിക്ക് മുമ്പ് മഹാത്മാക്കളായ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ലോ. ആ ഇബ്രാഹിം നബിക്ക് മുമ്പ് ഒരു നബിയും മരിച്ചു പോകാഞ്ഞിട്ടല്ലോ. എന്ത് അവരെയൊന്നും വിളിച്ചു തേടാഞ്ഞത്? അത് ഇസ്ലാമല്ല, അത് സിറാത്തുൽ മുസ്തഖീമല്ല, അത് സ്വർഗത്തിലേക്കുള്ള മാർഗമല്ല. സ്വർഗത്തിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രയാസം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, രോഗമുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഏത് സന്ദർഭത്തിലും ഏത് അവസരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗം ബാധിച്ചു. കുറച്ചു കാലമൊന്നുമല്ല, 1-2 വർഷമല്ല, തുടർച്ചയായ 10-18 വർഷത്തോളം ഉണ്ടായ അദ്ദേഹത്തിന് മാരകമായ രോഗം. എന്താ അദ്ദേഹം ചെയ്തത്? ഒരു ഐക്കല്ല് കെട്ടാനോ, ഒരു ഏലസ് കെട്ടാനോ, ഒരു ഉറുക്ക് കെട്ടാനോ, അങ്ങനെ റബ്ബിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് മറ്റുള്ള പല ശക്തികളിലും മറ്റു പല വസ്തുക്കളിലും തന്റെ പ്രയാസങ്ങൾ അവലംബമർപ്പിക്കുവാനോ ആ പ്രവാചകൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ അയ്യൂബ് നബിയെ ഓർക്കണം. അല്ലാഹു തആല പറയാണ്. എന്തേ കാരണം? ആ അയ്യൂബ് റബ്ബിനോട് പറഞ്ഞ സന്ദർഭം, അന്നീ മസ്സനിയല്ലുറു വഅൻത അർഹമുർ റഹീമീൻ. റബ്ബേ, എനിക്കതാ പ്രയാസം ബാധിച്ചിരിക്കുന്നു, നീ അർഹമുർ റഹീമീനാണ്. ആ പ്രയാസത്തിൽ നിന്ന് കരകയറാനുള്ള ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം കടലിലൂടെ യാത്ര ചെയ്യുന്നു, കപ്പലിലൂടെ യാത്ര ചെയ്യുന്നു. ചില സാങ്കേതികമായ കാരണങ്ങളാൽ അദ്ദേഹം കടലിലേക്ക് എറിയപ്പെടേണ്ടി വന്നു. അദ്ദേഹത്തോട് മത്സ്യം വിഴുങ്ങി കടലിന്റെ ആഴിയിലേക്ക് പോയി. ആ ആഴിക്കടലിൽ കിടന്നുകൊണ്ട് ആ പ്രവാചകന്റെ പ്രാർത്ഥന, നിങ്ങൾ യൂനുസ് നബിയെ കുറിച്ച് ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. അദ്ദേഹം വിളിച്ച് ദുആ ചെയ്യുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. റബ്ബിനോടായിരുന്നു അദ്ദേഹത്തിന്റെയും പ്രാർത്ഥന. മക്കളില്ലാതെ കഷ്ടപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആരോടായിരുന്നു? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് നീ സ്വാലിഹായ മക്കളെ തരണേ എന്നുള്ളതായിരുന്നു പ്രാർത്ഥന. സക്കരിയ നബിയും ഒരുപാട് കാലം മക്കളില്ലാതെ കഷ്ടപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകൻ പ്രാർത്ഥിച്ചത്, ഹുനാലിക ദആ സക്കരിയ റബ്ബ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. സൂറത്ത് ആലി ഇംറാനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. എന്തിനാ അമ്പിയാക്കന്മാരുടെ പ്രയാസം അല്ലാഹു തആല നമ്മളെ അറിയിക്കുന്നത്? എന്തിനാ അമ്പിയാക്കന്മാരുടെ ജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങളെ നമ്മളെ അറിയിക്കുന്നത്? അവർക്ക് ആ പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോ, ആ പ്രയാസങ്ങൾ ഉണ്ടായപ്പോ വിശ്വാസ രംഗത്ത് നമുക്ക് സ്വീകരിക്കാൻ മാതൃകയായും അവർ എന്ത് ചെയ്തു എന്ന് അവരുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഖുർആനിലൂടെ പച്ചയായ തൗഹീദ് പഠിപ്പിക്കുമ്പോഴാണ് മുസ്ലിയാക്കന്മാർ എന്ത് എഴുതി വെച്ചത്? മരണപ്പെട്ടവരെ വിളിക്കുന്നത്, അവരോട് സങ്കടം പറയുന്നത്, അവലാതി ബോധിപ്പിക്കുന്നത് ശിർക്കാണെന്ന വാദം 8-ാം നൂറ്റാണ്ടിൽ ഒരാൾ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ അമ്പിയാക്കന്മാരെ പഠിപ്പിച്ച തൗഹീദ് ഈ സമൂഹം പഠിക്കാനും മനസ്സിലാക്കാനും മുസ്ലിയാക്കന്മാർ സമ്മതിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നു മാത്രമല്ല, അവർ പറഞ്ഞ് എത്രത്തോളം എത്തിയെന്നറിയോ? അമ്പിയ ഔലിയാക്കളോട് സഹായാഭ്യർത്ഥന നടത്തൽ പുണ്യകരമാണ്, പ്രതിഫലാർഹവും സുന്നത്തുമാണ്. പണ്ട് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അവിടെ നിന്നിരുന്നു. അപ്പൊ അവിടുന്നൊക്കെ വിട്ട് എവിടെ എത്തി? അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായാഭ്യർത്ഥന നടത്തൽ പുണ്യകരമാണ്, പ്രതിഫലാർഹവും സുന്നത്തുമാണ്. അല്ലാഹു തആല പറയുന്നത് അത് ചെയ്താൽ നരകത്തിലേക്ക് പോകുന്ന പണിയാണ്, സ്വർഗം നിശ്ചിതമാകുന്ന കാര്യമാണ്, എന്നെന്നും നരകം നിർബന്ധമാകുന്ന പ്രവർത്തനമാണ് എന്ന് അല്ലാഹു തആല പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ പറയാ അത് പുണ്യകരമാണ്, അത് പ്രതിഫലാർഹമാണ്. ഈ സമൂഹത്തെ നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ, സ്വർഗത്തിന്റെ വക്താക്കളായി തീരാൻ ഒരിക്കലും ഈ പണ്ഡിതന്മാർ അംഗീകരിക്കുകയില്ല. ആ നിലക്കാണ് അവരുടെ രചനകളും അവരുടെ സംസാരങ്ങളും. ഇത് മങ്കൂസ് മൗലിദിന്റെ പരിഭാഷയില് പിന്നെ എം.എ. ജലീൽ സഖാഫി എന്ന് പറയുന്ന ഒരു AP വിഭാഗം മുസ്ലിയാർ എഴുതി വെച്ചതാ. വളരെ വ്യക്തമായി അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാര്. അവസാനിച്ചില്ല. ഇത് നോക്കി നിങ്ങൾ, ഇത് ബദർ മൗലിദ് പരിഭാഷയും വിവരണവും. ഇത് എഴുതിയത് വേറെ മുസ്ലിയാരാണ്.
ആ മുസ്ലിയാര് ഇതിന് പറയാണ് ഇതിനേക്കാളൊക്കെ അപകടം എന്താണെന്നറിയോ? ഏതേത് പ്രശ്നങ്ങളായിരുന്നാലും ശരി, ഐഹികമാകട്ടെ പാരത്രികമാകട്ടെ, ബദ്രീങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ തീർച്ചയായും സഹായം ലഭിക്കപ്പെടും. ഏതേത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐഹികമായ പ്രശ്നം, പാരത്രികമായ പ്രശ്നം, രണ്ടും വേറെ വേറെ പറയുന്നുണ്ട്. എന്താ പാരത്രികമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ? പരലോകവുമായി ബന്ധപ്പെട്ട പ്രശ്നം. പരലോകത്തെ പ്രശ്നം എന്താ? പരലോകത്തെ പ്രശ്നം എന്താ? റബ്ബേ, നരകത്തിലേക്ക് പ്രവേശിക്കരുത്. അതാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നാളെ പരലോകത്ത് നമ്മുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനമെടുക്കുകയാണ്. ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗ്ഗത്തിലാണ്, ഒരു വിഭാഗം നരകത്തിലാണ്. അത് റബ്ബിന്റെ അവിടെ വെച്ചുകൊണ്ടുള്ള തീരുമാനമാണ്. ഈ ലോകത്തെ മനുഷ്യന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ നരകത്തിലേക്ക് പോകാതിരിക്കൽ, ഇതല്ലേ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം? അതിനല്ലേ നമ്മുടെ ജീവിതം, അതിനല്ലേ നമ്മുടെ പ്രവർത്തനങ്ങൾ, അതിനല്ലേ നമ്മൾ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നത്? അതിനു വേണ്ടിയല്ലേ പണം ചിലവഴിക്കുന്നത്? അതിനു വേണ്ടിയല്ലേ ഊർജം ചിലവഴിക്കുന്നത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അതാണ് പരലോകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ. ആ പാരത്രികമായ പ്രശ്നം പോലും ബദ്രീങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ തീർച്ചയായും സഹായം ലഭിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ. നരകത്തിലുള്ളവരെ രക്ഷിക്കാൻ പ്രവാചകരെ നിങ്ങൾക്ക് സാധ്യമാണോ? സാധ്യമല്ല എന്നാ അതിന്റെ അർത്ഥം. പ്രിയ മകളായ ഫാത്തിമയോട് പ്രവാചകൻ പറയുന്നുണ്ട്, മോളെ ഫാത്തിമ, സലീമ ശിഅതി മിനദ് ദുനിയാ ഊതിക് വലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. മോളെ, ദുനിയാവിൽ വല്ലതും ചോദിച്ചോ നൽകാം, അള്ളാന്റെ കോടതിയിൽ എന്നെ കൊണ്ടൊന്നും ചെയ്തു തരാൻ സാധ്യമല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോട് പറയാൻ. ഒരിക്കൽ പ്രവാചകൻ വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകൻ ചോദിച്ചു, ആയിഷ എന്തിനാ കരയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകരെ, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധവും സ്നേഹമൊക്കെ ആലോചിച്ചു പോയി. പലപ്പോഴും നിങ്ങൾ എന്നെ പരിഗണിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ മാംസം കഴിക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് ആ മാംസം പിടിച്ചു വാങ്ങി ഞാൻ എവിടെ കടിച്ചോ അവിടെ പ്രവാചകൻ ചുണ്ടുവെച്ച് അവിടെ കടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കുമ്പോ ആ ഗ്ലാസ് പിടിച്ചു വാങ്ങി എവിടെ ആയിഷ റളിയല്ലാഹു അൻഹ ചുണ്ടുവെച്ചോ അവിടെ പ്രവാചകൻ ചുണ്ടുവെച്ചുകൊണ്ട് വെള്ളം കുടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ സ്നേഹമൊക്കെ ആലോചിക്കുക ആയിഷ റളിയല്ലാഹു അൻഹ. എന്നിട്ട് ചോദിച്ചു, റസൂലെ, ഈ ലോകത്ത് നിങ്ങൾ എന്നെ പരിഗണിച്ച പോലെ, ഈ ലോകത്ത് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച പോലെ നാളെ പരലോകത്ത് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമോ റസൂലെ, പരിഗണിക്കുമോ റസൂലെ? ഞാൻ ആലോചിച്ചു പോയത് അതാണ്, അതുകൊണ്ടാണ് എനിക്ക് സങ്കടം വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, നാളെ പരലോകത്ത് 3 സന്ദർഭങ്ങൾ, ലാ യൻദുറു അഹദുൻ അഹദാ വലാ യസ്അലു അഹദുൻ അഹദാ. ഒരാളും ഒരാളെയും ചോദിക്കുകയില്ല, ഒരാളും ഒരാളെയും അന്വേഷിക്കുകയില്ല. ഒന്ന്, അന്ത തതായുരി സുഹുഫ്, കർമ്മരേഖ തുറക്കപ്പെടുമ്പോ വലതു കൈയിലൂടെയാണോ ഇടതു കൈയിലൂടെയാണോ മുമ്പിലൂടെയാണോ പിന്നിലൂടെയാണോ അത് നൽകപ്പെടുക എന്നറിയുന്നതുവരെ ആയിഷ ഒരാളും ഒരാളെയും ശ്രദ്ധിക്കുകയില്ല. 2, ഇൻദൽ മീസാൻ, കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുമ്പോ കനം കൂടുന്നുവോ കനം കുറയുന്നുവോ അതറിയുന്നതുവരെ ആയിഷ ഒരാളും ഒരാളെയും ശ്രദ്ധിക്കുകയില്ല. മൂന്നാമത്തേത് അലസുറാത്ത്, നരകത്തിന് മുകളിൽ ഒരു പാലുണ്ട്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അതിൽ കയറി ആ സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ ആയിഷ ഒരാളും ഒരാളെയും ശ്രദ്ധിക്കുകയില്ല. ഇതാ സഹോദരങ്ങളെ പരലോകം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം മകളെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയാകുന്ന സ്വന്തം ഭാര്യയെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. പ്രവാചകൻ തന്റെ കുടുംബത്തിലെ ഓരോ ആളുകളെയും വിളിച്ചില്ലേ? അല്ലയോ അബ്ദു മനാഫ് ഗോത്രമേ, അബ്ദു ഷംസ് ഗോത്രമേ, അമ്മായിനെ വിളിച്ചു, സഫിയ, ഓരോരുത്തരെയും വിളിക്കുകയാണ്. അൻകിദു അൻഫുസകും മിനന്നാർ, നരകത്ത് തടികാത്തോളൂ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇതാണ് ഇസ്ലാം, ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീന്. മുസ്ലിയാക്കന്മാർ എന്താ പറഞ്ഞ്? ഏതോ പ്രശ്നങ്ങളായിരുന്നാലും ശരി, ഐഹികമാകട്ടെ പാരത്രികമാകട്ടെ, ബദ്രീങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ തീർച്ചയായും സഹായം ലഭിക്കപ്പെടും. ഇനി ആലോചിക്ക്, ഈ മുസ്ലിയാക്കന്മാർ സമൂഹത്തെ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ ക്ഷണിക്കുന്നത്? എന്നിട്ട് അവർ പറയാണ്, ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് മതിയായ രേഖകൾ സ്പഷ്ടമായിരിക്കെ അത് ശിർക്കാണെന്ന് പറയുന്നവരുടെ തലക്കാണ് വട്ട്. എന്ന് പറഞ്ഞാല് അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതും ശിർക്കാന്ന് പറഞ്ഞാൽ ശിർക്കാന്ന് പറഞ്ഞവന്റെ തലക്ക് വട്ടാണ്. അപ്പൊ ഈ മുസ്ലിയാരുടെ തലക്ക് എത്രത്തോളം വട്ടുണ്ടായിരിക്കണം? ഇത്രത്തോളം പച്ചയായ നിലക്ക് തൗഹീദ് അള്ളാഹു തആല പഠിപ്പിച്ച് നരകത്തിലേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുന്ന പ്രവർത്തനമാണ് ശിർക്ക് എന്ന് പറഞ്ഞു.
മരിച്ചവർ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ ദുആ കേൾക്കില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറയുമ്പോൾ അതിന്റെ പേരിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രയാസങ്ങളാ സഹിച്ചത്. അത് പറഞ്ഞതിന്റെ പേരിലല്ലേ തായിഫിലേക്ക് ഹിജ്റ പോയത് അല്ലേ? അത് പറഞ്ഞതിന്റെ പേരിലല്ലേ ആ തായിഫിലെ കുട്ടികളുടെ ഏറുകൊണ്ടത്? അത് പറഞ്ഞതിന്റെ പേരിലല്ലേ പ്രവാചകന്റെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ കുടൽമാല വന്നത്? അത് പറഞ്ഞതിന്റെ പേരിലല്ലേ അമ്മാറും ബിലാലും സുമയ്യയും എല്ലാം പ്രയാസങ്ങൾ സഹിച്ചത്? അങ്ങനെ കഷ്ടപ്പെട്ട് ആ മുൻഗാമികളായ നേതാക്കന്മാര്, അതേപോലെ സ്വഹാബികൾ, താബീങ്ങളും അവർ വളർത്തിയെടുത്ത ആ തൗഹീദ് എന്ന് പറയുന്ന മഹത്തായ ആദർശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന പ്രവർത്തനമാണ് എന്ന് സമൂഹത്തെ നയിക്കുന്ന പുരോഹിതന്മാർ, പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അല്ലാത്ത മറ്റൊരാളും പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ശിർക്കാന്ന് വല്ലവരും പറഞ്ഞാല് ആ പറഞ്ഞവന്റെ തലക്കാണ് വട്ടെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന്, ഞാൻ എന്റെ റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്ന്. അപ്പൊ ഇതാണ് സഹോദരങ്ങളെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. നമ്മൾ ആ വിശ്വാസത്തിൽ നിന്നും മാറണം. എന്നിട്ട് ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിലും ഏത് ഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ വക്താക്കളായി നമ്മൾ മാറണം. പലപ്പോഴും സമൂഹത്തിൽ ന്യായീകരണം പറയാറുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്, അവർ കേൾക്കും, അവരറിയും, അവർ കാണും, അവർ നമ്മുടെ ദുആ കേൾക്കും, ഉത്തരം ചെയ്യും എന്നാണ് സമൂഹത്തിൽ മുസ്ലിയാക്കന്മാരെ പഠിപ്പിക്കുന്നത്. ആ പണ്ഡിതന്മാരും പുരോഹിതന്മാരും എന്തു പറയുന്നു അതല്ല ദീന്. അവർക്ക് പറയാൻ പാടില്ല എന്നല്ല, പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ പ്രാമാണികമായിരിക്കണം, പ്രമാണത്തോട് യോജിക്കുന്നതായിരിക്കണം. നമുക്ക് പരിശോധിക്കാം അല്ലാഹു തആല എന്താണ് പറയുന്നത്. അല്ലാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുമെന്നാണോ കേൾക്കുകയില്ല എന്നാണോ? അവർ ഉത്തരം ചെയ്യുമെന്നാണോ അതോ ഉത്തരം ചെയ്യുകയില്ല എന്നാണോ? അവർക്കതിനുള്ള കഴിവുണ്ട് എന്നാണോ ഇല്ല എന്നാണോ? പരിശോധിക്കാം. അല്ലാഹു തആല പറഞ്ഞു സൂറത്തുർ റഅദ് 16-ാമത്തെ വചനം, ഖുൽ നബിയെ പറയുക, ചോദിക്കുക, മൻ റബ്ബുസ് സമാവാതി വൽ അർള്, ആരാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ്? ആ രക്ഷിതാവിനെ കുറിച്ചുള്ള ഒരു ബോധം ആദ്യം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ രക്ഷിതാവിനോടുള്ള ഇബാദത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. അല്ലാഹു തആല അവൻ മാത്രമാണ് റബ്ബ്. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം, അഫത്തഖദതും മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഔലിയാക്കന്മാരെ സ്വീകരിച്ചിരിക്കുകയാണോ? ലാ യംലികൂന ലിഅൻഫുസിഹിം നഫ്അൻ വലാ ദർറാ, സ്വന്തം കാര്യത്തിൽ പോലും അവർ ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല. കൊടുത്ത കഴിവുണ്ട് എന്നല്ല, കഴിവില്ല എന്നല്ല പറയുന്നത്. കൊടുത്ത കഴിവ് എന്ന് പറയുന്നൊരു കഴിവേ ഇല്ല. പ്രാർത്ഥനയുടെ വിഷയത്തില്, ഇബാദത്തിന്റെ വിഷയത്തില്, ദുആ കേൾക്കുക എന്നുള്ള കഴിവ് അല്ലാഹു തആല ലോകത്തൊരാൾക്കും നൽകിയിട്ടില്ല, അത് നൽകുകയുമില്ല. കാരണം അത് റബ്ബിന്റെ മാത്രം സവിശേഷതയാണ്. സൂറത്തുൽ അഹ്ഖാഫിന്റെ 5-ാമത്തെ വചനം, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപടച്ചവൻ വേറെ ആരുണ്ട്? കണ്ടോ? അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് ദുആ ചെയ്യുന്നവൻ അവനാണ് ഏറ്റവും വലിയ വഴിപടച്ചവൻ. അവൻ സിറാത്തുൽ മുസ്തഖീമിലാണ് എന്നല്ല, അവൻ സ്വർഗത്തിന്റെ മാർഗത്തിലാണ് എന്നല്ല, അവനാണ് ഏറ്റവും വലിയ വഴിപടച്ചവൻ. എന്തേ കാരണം? അവൻ ആരെയാ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരെ. നോക്കൂ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ സാധ്യമല്ലാത്ത ആളുകളെ ഉസ്താദുമാരെന്താ പറഞ്ഞു? ഉത്തരം ചെയ്യും, അവർക്ക് സാധിക്കും. അല്ലാഹ് പറയാ സാധിക്കൂല. വളരെ വ്യക്തമായ ആശയം. ഇത് ഒന്നോ രണ്ടോ സ്ഥലത്തല്ല, സൂറത്ത് ശുഅറാഇന്റെ 72, 73, 74 വചനങ്ങൾ. ഹൽ യസ്മഊനകും, അവർ നിങ്ങളെ കേൾക്കുമോ? ഇത് തദഉ, നിങ്ങൾ അവരോട് ദുആ ചെയ്യുമ്പോ. ഔ യൻഫഊനകും, അവർ നിങ്ങൾക്ക് വല്ല ഉപകാരവും ചെയ്യുമോ? ഔ യളുറൂൻ, അവർ വല്ല ഉപദ്രവവും ചെയ്യുമോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഇതാ നിങ്ങൾ റബ്ബിനോട് പുറമെ പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അവർ നിങ്ങൾ ദുആ കേൾക്കുമോ? അവർക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമാണോ? ഉപകാരം ചെയ്യാൻ സാധ്യമാണോ? ചിന്തിക്കാവാണ് ചോദിക്കുന്ന ചോദ്യമാണ്. അന്ന് ഈ ചോദ്യം ചോദിച്ചപ്പോ, ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഈ ചോദ്യം വന്നപ്പോ അന്നത്തെ മുശ്രിക്കുകളായ ആളുകൾ എന്താ പറഞ്ഞത്? മറുപടി എന്നറിയോ? ഖാലൂ ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. ഞങ്ങളോട് അന്നും ചോദിക്കണ്ട, ഞങ്ങളോട് നിങ്ങളൊന്നും പറയാനും വരണ്ട. ഞങ്ങളെ വാപ്പമാർ അങ്ങനെയായിരുന്നു, ഞങ്ങളെ വല്യപ്പാർ അങ്ങനെയായിരുന്നു,
ഞങ്ങൾ കാക്ക കാരണവന്മാരായി എന്തൊരു വിശ്വാസത്തിലാണ് ഉള്ളത്, ആ വിശ്വാസവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകൂ. ഏത് കാലഘട്ടത്തിലെയും മുശ്രിക്കുകളുടെ പല ന്യായീകരണങ്ങൾ ഒരു ന്യായീകരണമാണിത്. മഹലിൽ പണ്ടേ അങ്ങനെയാ, ഈ നാട്ടിൽ പണ്ടേ അങ്ങനെയാണ്, ഞങ്ങളുടെ കുടുംബത്തിലും തറവാടിലും പണ്ടേ അങ്ങനെയാണ്. കുടുംബത്തിൽ എന്തുണ്ടോ, തറവാട്ടിൽ എന്തുണ്ടോ, മഹലിൽ എന്തുണ്ടോ, മഹലിൽ കടന്നു വരുന്ന ഉസ്താദ് എന്ത് പറയുന്നു അതൊന്നുമല്ല ദീനിന്റെ പ്രമാണം. ദീനിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക, ഖുർആൻ സ്വീകരിക്കുക, ഹദീസ് സ്വീകരിക്കുക. അതിലൊന്നും അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ കാണുവാൻ സാധ്യമല്ല. മക്കത്തെ മുശ്രിക്ക് പറഞ്ഞ ഒരു മറുപടിയുടെ വക്താവായി നമ്മൾ മാറാനും പാടില്ല. അപ്പോ ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് ഒരാൾക്കും മരിച്ചുപോയ നമ്മൾ ദുആ ചെയ്യുന്ന ഒരാൾക്കും നമ്മൾ ദുആ കേൾക്കുവാനോ ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ സാധ്യമല്ല എന്നാണ്. മാത്രവുമല്ല അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്ത് യൂനുസിന്റെ 106, 107 വചനങ്ങളിലൂടെ വലാ തദ്ഉ മിൻ ദൂനില്ലാഹ് മാ ലാ യൻഫഉക വലാ യദുറുക. അല്ലാഹുവിന് പുറമെ നീ ദുആ ചെയ്യാൻ പാടില്ല. ആരോട് ദുആ ചെയ്യാൻ പാടില്ല? മാ ലാ യൻഫഉക, നിനക്ക് ഉപകാരം ചെയ്യാത്തവരെ, വലാ യദുറുക, നിനക്ക് ഉപദ്രവം ചെയ്യാത്തവരെ. ഇനിയോ ഫൈൻ ഫഅൽത, നീ എങ്ങാനും അങ്ങനെ ചെയ്താൽ ഫഇന്നക ഇദം മിനൽ ളാലിമീൻ, നീയാണ് അക്രമി, നീ അക്രമികളെ കൂട്ടത്തിൽ പെട്ടുപോകും. അതെ, ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്കാകുന്ന ഏറ്റവും വലിയ പാപം, അത് ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ അക്രമി. ആ വിഭാഗത്തിൽ പെടാതിരിക്കണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിന് പുറമെ മറ്റൊരാളോട് ദുആ ചെയ്യുന്ന, അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആളുകളോട് ദുആ പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കണം. റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അള്ളാഹു തആല പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനിന്റെ 3-ാമത്തെ വചനത്തിൽ വത്തഖദു മിൻ ദൂനിഹി ആലിഹ, അള്ളാഹുക്ക് പുറമെ പല ആരാധ്യ വസ്തുക്കളെയും പലരും സ്വീകരിച്ചു. ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവരാകട്ടെ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ആരോടാണ് ദുആ ചെയ്യുന്നത്? ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. വഹും യുഖ്ലഖൂൻ, അവർക്ക് സൃഷ്ടികളാണ്. വലാ യംലികൂന ലി അൻഫുസിഹിം ദർറൻ വലാ നഫ്ആ വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ, അവർ ഉപകാരം ചെയ്യില്ല, ഉപദ്രവം ചെയ്യില്ല, മരണം അവർ ഉടമപ്പെടുത്തുന്നില്ല, ജീവിതം അവർ ഉപയോഗപ്പെടുത്തുന്നില്ല, അവർ സ്വന്തം, അവർക്കതിൽ നിയന്ത്രണമില്ല. വലാ നുശൂറ, അവരുടെ പുനർത്തെഴുന്നേൽപ്പ്, ആ കാര്യത്തിൽ പോലും അവർക്ക് സ്വന്തം അധികാരമില്ല. ഇത് വിശുദ്ധ ഖുർആനാ പറയുന്നത്. എന്തിനാ? ജനങ്ങൾ ശിർക്ക് ചെയ്യാതിരിക്കാൻ, അതിലൂടെ ജനങ്ങൾ നരകത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രത്തോളം വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ ന്യായീകരണങ്ങൾ കടന്നു വരാറുണ്ട്. ആ ചില കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹിന്റെ ഔലിയാക്കന്മാര് മഹാത്മാക്കളല്ലേ, അവരൊക്കെ റബ്ബിലേക്ക് അടുത്തവരല്ലേ. അപ്പൊ ആ ഔലിയാക്കന്മാരോട് നമ്മൾ വിളിച്ച് പറയുമ്പോ, അവരോട് നമ്മൾ ഇസ്തിഗാസ നടത്തുമ്പോ അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പേരിൽ പല ആളുകളും മരിച്ചുപോയ പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു തആല ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനത്തെ വിശ്വാസം പറഞ്ഞു തന്നിട്ടില്ല. ഇസ്ലാമിക വിശ്വാസം എന്ന് പറഞ്ഞാൽ നേരിട്ട് റബ്ബിനോട് പറയുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. മരിച്ചുപോയ ഒരാൾ വലിയാകട്ടെ സ്വാലിഹാകട്ടെ ആരുമാകട്ടെ, നമ്മുടെ ആളുകളുടെ ധാരണ എന്താ? സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ആളുകളാണ്. അതിൽപ്പെട്ട ആളുകളാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖും, അതിൽപ്പെട്ട ആളുകളാണ് റിഫാഉ ഷെയ്ഖും, അങ്ങനെ മരിച്ചുപോയ പല മഹാത്മാക്കളും എന്നാണ് ആളുകളുടെ ധാരണ. ആ ധാരണ നമ്മൾ തിരുത്തണം. അവർ ഔലിയാക്കന്മാരായത് എന്തുകൊണ്ടാ? അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, ആ റബ്ബിന്റെ മാർഗത്തിൽ ജീവിച്ചത് കൊണ്ടാണ്, ആ റബ്ബിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അവരെ പോലെ നമ്മളും അള്ളാഹുവോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് നമ്മളും ഔലിയാക്കന്മാരായി മാറാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അവർ ഔലിയാക്കന്മാരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കലല്ല. അതേപോലെ മറ്റൊന്നാണ്, ഈ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, അതേപോലെ അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തുണ്ട്. ആ മുഅ്ജിസത്ത് മുഖേനയും കറാമത്ത് മുഖേനയും നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം. അവർക്കത് കൊടുത്ത കഴിവാണ്. ഒരു മുഅ്ജിസത്തും കൊടുത്ത കഴിവല്ല, ഒരു കറാമത്തും കൊടുത്ത കഴിവല്ല. അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ അവന്റെ അമ്പിയാക്കന്മാരിലൂടെ അവൻ നടപ്പിലാക്കുന്ന കാര്യമാണ് മുഅ്ജിസത്ത്. അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളിലൂടെ അല്ലാഹു നടപ്പിലാക്കുന്ന കാര്യമാണ് കറാമത്ത്. അതിൽ ഔലിയാക്കന്മാരുടെ പ്രവർത്തനത്തിന് യാതൊരു പങ്കുമില്ല, അവരുടെ യാതൊരു കഴിവും അതിലില്ല. വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കറാമത്താണല്ലോ മറിയം ബീവി ഗർഭം ധരിച്ചത്. അത് അവരുടെ കഴിവല്ല,
അത് അള്ളാഹുവിന്റെ മാത്രം കഴിവിലും റബ്ബിന്റെ മാത്രം പരിധിയിലും പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് മറിയം ബീവി ഗർഭം ധരിച്ചപ്പോ ചോദിക്കുകയാണ്, പടച്ചവനെ എനിക്ക് എങ്ങനെ മക്കളുണ്ടാവുക? ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഒരാണും ഞാനുമായി ബന്ധപ്പെട്ടിട്ടില്ല, അതിനാണ് കാര്യകാരണ ബന്ധം എന്ന് പറയാൻ ഉണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ ഗർഭം ധരിക്കുക? അപ്പൊ അള്ളാഹ് പറയാണ്, കാല കദാലികി കാല റബ്ബുക്കി ഹുവ അലയ്യ ഹയ്യൻ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. അള്ളാഹ്ക്ക് അങ്ങനെ കാര്യങ്ങളോ കാരണങ്ങളോ കാരണവുമായി ബന്ധപ്പെടലൊന്നും വേണ്ട. അള്ളാഹിന്റെ കാര്യം എത്രയേ ഉള്ളൂ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹ് ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. അതന്നെ മറിയം ബീവിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളൂ. അത് റബ്ബിന്റെ മാത്രം ഇടപെടലാണ്. സൃഷ്ടികളുമായി അവിടെ ബന്ധമില്ല. അള്ളാഹ് ലോകത്ത് വെച്ച സംവിധാനങ്ങളുമായി അതിന് ബന്ധമില്ല. അതിന് പേരാ കറാമത്ത്. അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറമാണ്. മോചിതത്ത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറമാണ്. അമ്പിയാക്കന്മാർ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഹ്സാബ് യുദ്ധവേളയില് വെള്ളമില്ലാഞ്ഞിട്ട് അവിടെ മോചിതത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പാത്രത്തിൽ കൈവച്ചു, വിരലിനിടയിലൂടെ വെള്ളം വന്നു. അതിന് മോചിതത്തായിരുന്നു. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജനാവശ്യത്തിന് പോയിട്ട് വെള്ളം കിട്ടാഞ്ഞപ്പോ സ്വഹാബിയോട് കല്ല് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ റസൂൽ അപ്പ കൈ വെക്കാഞ്ഞത്? തോന്നുമ്പോൾ കൈ വെച്ചാൽ പുറത്തു വരുന്ന വെള്ളമല്ല, അത് അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ നടപ്പിലാക്കുന്ന കാര്യമാണ്. അതിന്റെ പേരാ മോചിതത്ത്. അപ്പൊ മോചിതത്ത് അമ്പിയാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്, കറാമത്ത് ഔലിയാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്നൊരു നയം ഇസ്ലാമിലില്ല. ഒന്ന്. രണ്ടാമത്തേതോ, ഈ മോചിതത്തും കറാമത്തും അവർക്കാർക്കും അല്ലാഹു തആല കൊടുത്ത കഴിവല്ല, അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. മനുഷ്യന്റെ ഉദ്ദേശവുമായി അതിന് ബന്ധമില്ല. ഒരു സ്വഹാബി മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മയ്യിത്തിനെ വികൃതമാക്കാൻ വേണ്ടി ശത്രുക്കൾ വന്നു. എന്താ ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കടന്നൽ കൂട്ടത്തെ പറഞ്ഞയച്ച് ആ സ്വഹാബിന് ചുറ്റും കടന്നൽ കൂട്ടങ്ങൾ നിറഞ്ഞു. അതൊരു കറാമത്താ? മരിച്ച ശേഷം കറാമത്ത് കാണിച്ചു അല്ല. അത് അദ്ദേഹത്തിന് കഴിവ അല്ല. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ആളുകൾ അവൻ സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് കറാമത്ത്. അവൻ ചിലപ്പോൾ രക്ഷപ്പെടുത്തും അല്ലാഹു തആല. അതാണ് കറാമത്ത്. 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങി. അവർ പ്രാർത്ഥിച്ചു, അല്ലാഹു നിന്റെ പ്രീതിയും നിന്റെ തൃപ്തിയും ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തവരാണ് കർമ്മങ്ങൾ, അതുകൊണ്ട് അല്ലാഹ് രക്ഷപ്പെടുത്തണേ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ കുടുങ്ങിപ്പോയപ്പോൾ അല്ലാഹു തആല പാറ ഗുഹാമുഖത്ത് നിന്ന് അകറ്റിക്കളഞ്ഞു. അവർ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ലാഹു തആല പ്രത്യേകമായി ചെയ്ത പ്രവർത്തനമാണ്. അവർ കുറെ തള്ളി നോക്കി, ആ കല്ല് പോന്നിട്ടില്ല. സൃഷ്ടികളുടെ കഴിവിന് അപ്പുറമുള്ള പ്രവർത്തനം അല്ലാഹു തആല നീക്കിക്കൊടുത്തു. അത് നീക്കാൻ അള്ളാഹ് ആരെയും പറഞ്ഞയച്ചിട്ടില്ല. അള്ളാഹ് ഉദ്ദേശിച്ചു, കല്ല് നീങ്ങി. അതിന്റെ പേരാ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ള പ്രവർത്തനം. അപ്പൊ മോചിതത്ത്, കറാമത്ത് അതെല്ലാം അഭൗതികമായ റബ്ബിന്റെ മാത്രം പരിധിയിൽ വരുന്ന പ്രവർത്തനങ്ങളാണ്. ആ മോചിതത്ത് അമ്പിയാക്കന്മാർക്കില്ലേ, ആ കറാമത്ത് ഔലിയാക്കന്മാർക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ, അതാണ് ഇന്ന് സമൂഹത്തിൽ ഉള്ളത്. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, അത് മുസ്ലിയാക്കന്മാരെ പഠിപ്പിച്ച ദീനാണ്. ഇസ്ലാം ദീനിലുള്ളതല്ല, സുന്നത്തെ മാത്രമുള്ളതുമല്ല. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇമ്രാനിന്റെ ആദ്യ ഭാഗത്ത് കാണാം, സക്കരിയ നബി മറിയം ബീവിയെ വളർത്തുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. സക്കരിയ നബിയാണ് മറിയം ബീവിയെ വളർത്തുന്നത്. മറിയം ബീവി വളരുന്നത് പള്ളിയില. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. സക്കരിയ നബി പള്ളിയിൽ ചെന്നപ്പോൾ മറിയം ബീവിന്റെ മുമ്പിൽ ഭക്ഷണം, പഴവർഗ്ഗങ്ങള്. ഏതു പഴം? ആ നാട്ടിൽ കിട്ടാത്ത പഴം, ആ സീസണിൽ കിട്ടാത്ത പഴം. ചോദിച്ചു, അന്നാ ലകി ഹാദാ, എവിടുന്നാ മറിയമേ ഇത്? എന്താ മറുപടി? ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അതിന്റെ പേരാ കറാമത്ത്. ഇത് എന്റെ കഴിവാന്നല്ല, ഇത് എന്റെ കറാമത്തെന്നല്ല. ഹുവ മിൻ ഇൻദില്ലാഹ്, റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ്. ഇനി ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കും. കറാമത്ത് കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയാണ് ആര്? സക്കരിയ നബി. ആ സീസണിൽ കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ പള്ളിയിൽ മറിയം ബീവിന്റെ മുമ്പിൽ. സക്കരിയ നബി അവിടെ ആലോചിച്ചു പോയി, എന്താണ്, എന്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ട്, മക്കളില്ല. എന്റെ ഭാര്യയുടെയും സീസൺ കഴിഞ്ഞിട്ടുണ്ട്, പ്രസവിക്കാൻ മാത്രം ശേഷിയുള്ളവളല്ല. പക്ഷേ സീസണിൽ ലഭിക്കാത്ത പഴം ആ മറിയമിന്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ കഴിവുള്ളവനാണ് എന്റെ റബ്ബ് എങ്കിൽ, എന്റെയും എന്റെ ഭാര്യയുടെയും സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ റബ്ബിന് എനിക്ക് മക്കളെ തരാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നപ്പോ ഈ ആയത്ത് പറഞ്ഞ ശേഷം അടുത്ത ആയത്ത് എന്താ? ഹുനാലിക ദഅ സക്കരിയ റബ്ബ. അവിടെ നിന്നിട്ട് സക്കരിയ നബി റബ്ബിനോട് പ്രാർത്ഥിച്ചു.
റബ്ബി ഹബിലി, റബ്ബേ എനിക്ക് നൽകണേ ദുരിയത്തൻ ത്വയ്യിബ, നല്ല സന്താനങ്ങളെ. അതാ ദീന്. കറാമത്തില്ല എന്നല്ല, കറാമത്തുണ്ട്. കറാമത്ത് കണ്ടപ്പോൾ കറാമത്ത് കൊടുത്തവനാരോ, കറാമത്ത് പ്രവർത്തിച്ചവനാരോ അവനോട് ചോദിച്ചു. അതാണ് മുജാഹിദുകൾ പറയുന്നത്, അതാണ് ഇസ്ലാം, അതാ സ്വർഗത്തിലേക്കുള്ള വഴി. സമസ്തക്കാര് പഠിപ്പിക്കുന്നതോ മുസ്ലിയാക്കന്മാര് പഠിപ്പിക്കുന്നതോ കറാമത്ത് എവിടെ കണ്ടോ അവിടെ ചോദിക്കുക. അത് നബിമാരെ മാർഗമല്ല. ഇന്നിപ്പം മറിയം ബീവിന്റെ മുമ്പിൽ ആ ഭക്ഷണം വന്ന പോലെ എന്തെങ്കിലും ഒന്നുകൂടെ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? ഒരു വലിയൊരു ബാനർ വരും, എന്നിട്ട് പെട്ടി വരും. ആദ്യം പെട്ടിയാ വരിക, പൈസ പെട്ടി. അങ്ങനെയല്ലേ? എന്നിട്ട് അവിടെ കച്ചവടം തുടങ്ങും. എന്നിട്ട് വലിയ തുള്ളായി ഇന്ന ആളുകൾ വലിയ പേരും വരും. എന്നിട്ട് ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കും. പിന്നെ അവർ മരിച്ചു കഴിഞ്ഞാലോ അവിടെ ഖബർ കെട്ടിപ്പോക്കും. ആരാധനയായി, ആ ഖബർ തവാഫായി, അവിടെ നേർച്ചകളായി, വഴിപാടുകളായി, അവിടെ നിലവിളക്കായി, ആ എണ്ണ കുടിക്കലായും, അവിടേക്ക് നേർച്ച ചെയ്യലായും, പിന്നെ മക്കളില്ലെങ്കിലോ അവിടെ പോയി പറയലായി. ഇതാ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. എന്തേ കാരണം? അവരെ നയിക്കുന്ന പുരോഹിതന്മാർ. ഇസ്ലാം പഠിപ്പിച്ച ദീനില് അതല്ല. ഇസ്ലാം പഠിപ്പിച്ച ദീനിൽ ഔലിയാക്കന്മാരുണ്ട്, കറാമത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. അതേപോലെ സഹോദരന്മാരെ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഖബർ എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും പല ആളുകളും മരിച്ചുപോയ ആളുകളുടെ പേരുകളിൽ ഖബറുകൾ കെട്ടിയുണ്ടാക്കി ആ ഖബറിങ്കെ പോയി ദുആ ചെയ്യുന്ന, അവിടെ പോയി പ്രാർത്ഥിക്കുന്ന, പാപം പൊറുക്കണേ, ആഫിയത്ത് നൽകണേ, രോഗം മാറ്റണേ, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാനും, അതേപോലെ ഗൾഫിലേക്ക് പോയ ആൾക്ക് ജോലി ശരിയാകാനും, ജോലി ശരിയായ ആൾക്ക് ശമ്പളം കിട്ടാഞ്ഞിട്ട് ആ പ്രശ്നം പരിഹരിക്കാനും എവിടെയാ പറയുന്നത്? മരിച്ചുപോയ ആളുകളുടെ പേരിലും കെട്ടിയുണ്ടാക്കപ്പെട്ട ജാറങ്ങൾക്ക് മുമ്പിൽ. ഇസ്ലാമിൽ അങ്ങനെ ഒരു ജാറ സംസ്കാരമേ ഇല്ല. അത് ജൂതന്റെ സംസ്കാരമാണ്, അത് നസ്വാറാക്കളുടെ സംസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുമ്പോ ചുണ്ടിങ്ങനെ അനക്കുന്നുണ്ട്, എന്താ പറയുന്നത് മനസ്സിലാകുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ആ പ്രവാചകന്റെ അവസാനത്തെ ഉപദേശങ്ങൾ കേൾക്കാൻ വേണ്ടി തന്റെ ചെവി പ്രവാചകന്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു. എന്താ പറയുന്നത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ, ജൂതന്മാരിലും നസ്വാറാക്കളിലും അള്ളാഹുവിന്റെ കോപമുണ്ടാകട്ടെ, ശാപമുണ്ടാകട്ടെ. എന്താ കാരണം? ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ്, അംബിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റിയവർ. ആയിഷ റളിയല്ലാഹു പറയാ, യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്ത പണി ഈ ഉമ്മത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ നൽകിയ ഉപദേശമാകുന്നു അത്. അതുപോലും പാലിക്കാൻ എന്ന് മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. സുന്നത്തി ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുന്നവർ, മുസ്ലിം വക്താക്കളാണെന്ന് പറയുന്നവർ ജാറങ്ങൾക്ക് മുമ്പില, ദർഗകൾക്ക് മുമ്പില, എന്നിട്ട് ആ ജൂതന്മാരുടെ സംസ്കാരത്തെ അനുകരിച്ചുകൊണ്ട് ഖബറുകൾക്ക് കെട്ടിപ്പൂക്കിയുണ്ടാക്കി പല ആളുകളുടെ പേരില്, പല ശൈഖന്മാരുടെ പേരില്. എന്നാൽ അവിടെ പ്രാർത്ഥനകളും, അവിടെ നേർച്ചകള്, അവിടെ മറ്റു പല എല്ലാത്തരം ഇബാദത്തുകളും, എന്തിനേറെ തവാഫ് പോലും ഖബറിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോ പറയും ഈ മുജാഹിദുകൾ ഖബറിനെ ഔലിയാക്കന്മാരോട് സ്നേഹമില്ല, അവർക്ക് കറാമത്തില്ല, അവർക്ക് ഖബർ സിയാറത്തില്ല, ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് പിന്നെ ആരോപണങ്ങളുമായി വരലാണ്. നമ്മൾ പറയുന്നത് ഖബർ സിയാറത്ത് ഇല്ല എന്നല്ല, ഖബർ സിയാറത്ത് ഉണ്ട്. അതെന്തിനാ? സ്വന്തം നാട്ടിൽ വാപ്പാന്റെ ഖബറില്ലേ, ഉമ്മാന്റെ ഖബറില്ലേ, അയൽവാസിയുടെ ഖബർ എന്തിനാ? നമ്മൾ പോകണം, സന്ദർശിക്കണം, ആ സുന്നത്ത് നമ്മൾ ചെയ്യണം, നമുക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകാൻ. അല്ലാണ്ട് നമ്മുടെ കാര്യം അവിടെ പോയിട്ട് അവരോട് പറയാനല്ല, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹിനോട് പറയാൻ, റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് മരണചിന്ത ഉണ്ടാകാൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. എന്തിനാ? ഫഇന്നഹാ തുദ്മിഉൽ ഉയൂൻ, അത് കണ്ണുകളെ കരയിപ്പിക്കും. സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. ഫഇന്നഹാ തുലീനുൽ ഖുലൂബ്, അത് ഹൃദയങ്ങളെ ലോലമാക്കും. സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, അത് മരണചിന്ത ഉണ്ടാക്കും. സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് പരലോക ചിന്ത ഉണ്ടാക്കും. 4 ലക്ഷ്യങ്ങളാണ് ഇസ്ലാം പറഞ്ഞത്. കണ്ണ് കരയണം, ഹൃദയം ലോലമാകണം, മരണചിന്തയുണ്ടാകണം, പരലോക ചിന്തയുണ്ടാകണം. അതിനാണോ നമ്മുടെ നാട്ടിലെ പിന്നെ പലരുടെയും പേരിൽ ഉണ്ടാക്കപ്പെട്ട ജാറങ്ങളും ദർഗകളൊക്കെ? അപ്പൊ ഇത് നോക്കി നിങ്ങളിത് ഏറുവാട് ചരിത്രം എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഒരുപാട് ഖബറുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകിച്ചും ഏറുവാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഏർവാടിയിലുള്ള ഇബ്രാഹിം ബാദുഷയുമായി ബന്ധപ്പെട്ട ഖബറും അതിന് ചുറ്റുമുള്ള പല ഖബറുകളും പരിചയപ്പെടുത്തുകയാണ്. എന്തിനാ? അങ്ങോട്ട് സിയാറത്ത് പാക്കേജുകൾ മുസ്ലിയാക്കന്മാർ കൊണ്ടുപോകുക, ആണും പെണ്ണും ഒന്നിച്ച് ബസ്സുകളിൽ. ഫാമിലി ആണെങ്കിൽ പ്രത്യേക ഇളവുകളൊക്കെ ഉണ്ടെന്ന ഉംറക്ക് പോകും പോലെ പരസ്യം കൊടുക്കല്. ഈ അജ്മീർക്കും നാഗൂറിലേക്കും അതുപോലെ ഭീമാപള്ളിയിലേക്കും മുത്തുപ്പേട്ടയിലേക്കും അതേപോലെ ഏർവാടിയിലേക്കും പല സ്ഥലങ്ങളിലേക്കും അള്ളാഹുവിലേക്ക് കൊണ്ടുപോകാൻ മാത്രം മുസ്ലിയാക്കന്മാരില്ല. അള്ളാഹുവിൽ നിന്ന് അകറ്റി ലോകത്ത് എവിടൊക്കെ ജാറങ്ങളുണ്ടോ, എവിടൊക്കെ ദർഗകളുണ്ടോ അവിടെ കൊണ്ടുപോകുക. ഇതിന് എന്തിനാ കൊണ്ടുപോകുന്നത്? കേട്ടോളൂ, അതിന്റെ ലക്ഷ്യം അവർ തന്നെ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ പറയാണ്,
മനസ്സിൽ പലവിധ ഉദ്ദേശങ്ങളുമായി ഏറുവാടിയിൽ വന്ന് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും തങ്ങുന്നവരുണ്ട്. ഭ്രാന്ത്, അപസ്മാരം, ക്ഷയം, ക്യാൻസർ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി തേടി ആളുകൾ ദർഗയിലെത്തുന്നു. ഉണ്ടോ? ഭ്രാന്തുള്ളവർ അങ്ങോട്ട് പോണെന്നാ ഏറുവാടിക്ക്. ക്യാൻസർ ഉള്ളവൻ, ക്ഷയരോഗമുള്ളവൻ രോഗം മാറാൻ അങ്ങോട്ട് പോകണം. ഇബ്രാഹിം നബിന്റെ മില്ലത്ത് പിൻപറ്റാൻ അല്ലാഹ് പറഞ്ഞില്ലേ, വത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിം നബിന്റെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റണം. എന്താ ഇബ്രാഹിം നബിന്റെ മില്ലത്ത്? ആ ഇബ്രാഹിം നബി അള്ളാഹിനെ പഠിപ്പിച്ചു. ആരാ അള്ളാഹ്? വൈദാ മരീദതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്ന അവനാ അല്ലാഹു തആല. എന്താ പ്രവാചകൻ പഠിപ്പിച്ചത്? നീ പ്രാർത്ഥിച്ചോ, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസാം ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമ. ഒട്ടനവധി ദുആകൾ ഹദീസിൽ കാണുവാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് ഇബ്രാഹിം നബി അടുപ്പിച്ചു, അള്ളാഹുവിലേക്ക് മുഹമ്മദ് നബിയും ജനങ്ങൾ അടുപ്പിച്ചു. മുസ്ലിയാക്കന്മാർ ദർഗകളിലേക്ക് അടുപ്പിക്കുന്നു, ജൂതന്മാരുടെ സംസ്കാരത്തിലേക്ക്. അതൊരിക്കലും സ്വർഗത്തിന്റെ മാർഗമല്ല. എന്നിട്ട് ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പറയാണ്, ഒരുപാട് കാര്യങ്ങളുടെ മുഴുവൻ വായിക്കുന്നില്ല, ഏത് രോഗവും മാറ്റുന്ന ആശുപത്രി, ഏതു കേസും തീർക്കുന്ന കോടതി, അതാണ് ഏറുവാടി. പിശാചുബാധ കൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന രോഗങ്ങൾ, മാറാവ്യാധികൾ, ഭ്രാന്ത് തുടങ്ങിയ ഏതും ഏറുവാടി ദർഗാ ഷരീഫിൽ വെച്ചും സുഖപ്പെട്ടു മടങ്ങുന്നു. അപ്പോ അസുഖമുള്ള ആളുകൾ അങ്ങോട്ട് കൊണ്ടുപോവുക, എന്നാൽ അവന്റെ പണം പിഴിയുക, പോകാനൊരു ചെലവ് വേറെ. എന്നാൽ അവിടെ പോയിട്ട് അവിടെയുള്ള കബറുകളുടെ പെട്ടിയിൽ പൈസ ഇടുക. 4 പുറ ഒരുപാട് കബറുകൾ വേറെ ഉണ്ടാവും, അവിടൊക്കെ പോകും, അവരോടൊക്കെ പ്രാർത്ഥിക്കുക, ജാറം മൂടുക. മനുഷ്യന്റെ വിശ്വാസം നശിച്ചുപോയി. അമ്പിയാക്കന്മാരെ പഠിപ്പിച്ച ശരിയായ ആദർശം എന്തോ ആ ആദർശത്തിൽ നിന്നും ഓരോ കാലഘട്ടത്തിലും ആ മത സമൂഹത്തെ കയ്യിലെടുത്ത പുരോഹിതന്മാർ വ്യതിചലിപ്പിച്ചിട്ടുണ്ട്. ആ പണിയാണ് ഇന്നും ഈ നാട്ടിലെയും മറുനാട്ടിലെയുമുള്ള മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവർ എഴുതി വെച്ച പുസ്തകങ്ങളാ. ഇത് നോക്കൂ നിങ്ങൾ, അജ്മീർ ഖാജ എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകം. ഇത് അജ്മീർ ഖാജയെ കുറിച്ചും അവിടുത്തെ ദർഗയെ കുറിച്ചും പറയാണ്. ഈ പുസ്തകത്തില് അജ്മീർ ഷെയ്ഖുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നിടത്ത് ഇതിന്റെ 71-ാമത്തെ പേജിൽ പറയുന്നത് കേട്ടോളും. പല ദർഗകളും ഇപ്പൊ നമ്മളെ പല ഉസ്താദുമാരെ കൊണ്ടുപോകുന്ന പല സ്ഥലങ്ങളുണ്ട്. പല ഖബറിനുള്ളിൽ ഒന്നുമില്ല, പലതിനുള്ളിൽ ഒന്നുമില്ല. അത് അവർക്കും അറിയാം, അതിന് സംഘാടകർക്കും അറിയാം. ഇപ്പൊ നമ്മുടെ നാട്ടില് തിരൂര് ഭാഗത്ത് BP അങ്ങാടിയിൽ യാഹു തങ്ങൾക്ക് 2 ഖബറുണ്ട് എന്നാ. ഒരേ സ്ഥലത്ത് ഒറ്റ മനുഷ്യന് 2 ഖബർ. അപ്പോ കാരണം ഇത് ഈ മുതൽ മുടക്കില്ലാത്ത വരുമാന മാർഗ്ഗമാണ്. ഇപ്പൊ വൈലത്തൂർ തങ്ങൾ 2 തങ്ങൾ മരിച്ചു. ഖബറിന് മുമ്പ് പോയി സുജൂ ചെയ്തിട്ട് ആളുകൾക്ക് കുഫറിന്റെ മാതൃക കാണിച്ചു കൊടുത്ത തങ്ങളാണത്, വൈലത്തൂർ തങ്ങൾ. എവിടെ മറവ് ചെയ്തത്? പൊതു ശ്മശാനത്തിലല്ല, സ്വന്തം വളപ്പില. കാരണം അത് ആജീവനാന്ത വരുമാനാണ്. ഞാൻ കുടുംബം പേടിക്കേണ്ട ആവശ്യമില്ല, നല്ല കിട്ടും. അതിന് കമ്മിറ്റി ഉണ്ടാവും, അവർക്കും കിട്ടും. അതിന് പിന്നാലെ നടക്കുന്ന ആളുകൾ അവർക്കും കിട്ടും. പക്ഷേ ഈ ദുനിയാവിന്റെ കിട്ടലല്ലല്ലോ വലുത്, അതിലൂടെ പരലോകമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോ BP അങ്ങാടിയിൽ 2 ഖബർ ആർക്ക്? യാഹൂദങ്ങൾക്ക്. അപ്പോ കാരണം ആളുകള് ഒരു ഖബറുണ്ടാക്കി, വേറെ ടീം വേറെ ഖബറുണ്ടാക്കുക. കാരണം ഇത് കിട്ടുന്ന പൈസ കിട്ടാനുള്ള മാർഗമാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തിനാ ഞങ്ങൾ 2 ഖബർ ഉണ്ടാക്കുന്നത്? അത് തങ്ങൾ യാഹൂദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിക്കോളും, ഞാൻ അവിടെ വന്ന് കടന്നോളാന്ന് പറഞ്ഞു. ഇതെന്താ പെരിച്ചായോ? അങ്ങനെ തന്നെ തുറന്നു വരുന്ന ഏർപ്പാട്. അങ്ങനെ ഒരാൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും പോയി കടക്കാൻ കഴിയും, ഇങ്ങോട്ട് എണീറ്റ് പോന്നാ പോരാ, ഉള്ളിൽ കൂടെ തുറക്കാൻ നിൽക്കണോ? നമ്മൾ വെറുതെ പറഞ്ഞതല്ല, ഇത് കേട്ടോളി നിങ്ങൾ. ഈ പുസ്തകത്തിന്റെ ഇത് അജ്മീർ ഖാജ. ഇവിടത്തൊക്കെ നമ്മളെ മനുഷ്യന്മാരെ പോകണമുണ്ട്, അതാ അത്ഭുതം. ഇതിന്റെ 71-ാമത്തെ പേജിൽ പറയാണ്, ദർഗാ ഷരീഫിന്റെ കിഴക്ക് ഭാഗത്തൊരു ഖബർ കാണാം. ദർഗാ ഷരീഫ് പറഞ്ഞ അജ്മീർ ഖാജന്റെ ദർഗയുടെ കിഴക്ക് ഭാഗത്ത് വേറെ ഖബർ കാണാം. ഇത് ഒരു ഷഹീദിന്റെ ഖബറാണെന്നും അതിലുള്ള ഷഹീദ് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റിയത് കൊണ്ട് ഈ ഖബർ ഇപ്പോൾ ശൂന്യമാണെന്നും പറയപ്പെടുന്നു. ഇപ്പൊ അവിടെ ആളില്ലല്ലോ, താമസം മാറ്റിയിട്ടുണ്ട്. അത് ആരാ എന്നോട് പറഞ്ഞത്? ഖബറിന്റെ ആൾ ഇപ്പൊ താൽക്കാലികമായി താമസം മാറ്റിയിട്ടുണ്ട്. അത് കാരണത്താൽ ആ ഖബർ ശൂന്യമാണെന്ന് പറയപ്പെടുന്നു. എന്നിട്ട് പറയാണ്, അദ്ദേഹം സ്ഥലം മാറാൻ പറയപ്പെടുന്ന കാരണം ഇതാണ്. അതും ഇവനക്കറിയാം, എഴുതിയോന്. എന്തുകൊണ്ടാണ് ഉപ്പനോട് എണീറ്റ് പോയത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അല്പസ്വല്പം എണീറ്റ് അടക്കാൻ കഴിയും, ഇങ്ങോട്ട് പോന്നാ പോലെ എവിടെയല്ലേ മൂത്താപ്പി അളാപ്പൊക്കെ ഉള്ളത്, അതിനുള്ളിൽ കൂടെ കുറക്കാൻ നിൽക്കണോ? നിങ്ങൾ എന്താ പറയുന്നത്? അദ്ദേഹം സ്ഥലം മാറാൻ പറയപ്പെടുന്ന കാരണം ഇതാണ്. ഉറൂസ് നടക്കുന്ന അവസരത്തിൽ ഒരു സ്ത്രീയും കുട്ടിയും പ്രസ്തുത ഖബറിനരികെ താമസമുറപ്പിച്ചുവത്രേ. കുട്ടി ഒരിക്കൽ ഖബറിന്മേൽ മൂത്രമൊഴിക്കുകയും ചെയ്തു. ഇത് കാരണമാണത്രേ ആ ഷഹീദ് അവിടെ നിന്നും താമസം മാറ്റിയത്. ഞാൻ അവിടെ കടക്കണില്ല, അവിടെ കുട്ടികൾ മൂത്രമൊഴിക്കാൻ ഞാൻ പോകാന്ന് പറഞ്ഞു എണീറ്റ് പോയി. എന്നിട്ട് അവിടെ പോയിട്ട് ജാറം മൂടുക. ആര്? മനുഷ്യന്മാര്.
അവർക്ക് കൊണ്ടാകാൻ മുസ്ലിയാക്കന്മാരും, അവർക്ക് പണം കൊടുക്കാൻ നമ്മളും. ഇതൊന്നും ഇസ്ലാം ദീനല്ല. എന്നിട്ട് ഈ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പച്ചയായ ശിർക്കിന്റെ ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം എത്തിച്ചേർന്നു. ഇതിലൊക്കെ നമ്മൾ മാറണം. ഖബർ സിയാറത്ത് ഇല്ല എന്നല്ല, ഖബർ സിയാറത്ത് ചെയ്യണം. ഖബർ സിയാറത്തിന് കൊണ്ടുപോകുന്ന ലിസ്റ്റുകളിൽ ഇതാണോ, അവർ കൊണ്ടുപോകുന്ന ഖബർ സന്ദർശിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റാണിത്. ഇതിന്റെ ഹെഡിങ് എന്താണെന്നറിയോ? ഏറുവാട് സിയാറത്ത് യാത്ര. പെരിന്തൽമണ്ണയിൽ നിന്ന് ഒക്ടോബർ 2 വ്യാഴം 4 മണിക്ക് പുറപ്പെട്ട് ഇങ്ങനെ പോയിട്ട് പലയിടത്തും എത്തിച്ചേർന്ന് തിരിച്ചു വരുന്ന നോട്ടീസാണ്. അതില് നോട്ടീസിൽ പോകുന്ന സ്ഥലങ്ങളെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. 1 പാലക്കാട് മഞ്ഞക്കുളം, 2 തൃശ്ശനാപ്പള്ളി, 3 80 അടിയുള്ള മക്കാം. അത് 80 അടിയുള്ള മക്കാമാവൂല, പണ്ട് വല്ല കവുങ്ങോ തെങ്ങോ വീണടക്കുണ്ടാവും, അതങ്ങോട്ട് ആക്കിയിട്ടുണ്ടാവും. അത് പൊന്തിക്കലാണല്ലോ. പിന്നെ അല്ലാതെ ഒരു മനുഷ്യന് 80 അടിയുള്ള മക്കാം എങ്ങനെ വരിക? പിന്നെ കേട്ടോ അടുത്ത എന്താണെന്നറിയോ? ഖുർആൻ മനപ്പാടമാക്കിയ തത്തമ്മയുടെ മക്കാം. അടുത്ത മക്കാമത്. ഇങ്ങനെ പലതിനുള്ളിൽ കാക്കും കോയും പൂച്ചും നായും പറ്റൊക്കെ തന്നെയാണ്. പലതിനുള്ളിൽ കാറ്റും കൂടി ഇല്ല. പക്ഷെ നമ്മളെ താലിനുള്ളിൽ എളുപ്പം പോലും കാറ്റില്ലാത്തതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ പിന്നാലെ പോവുകയും ചെയ്യും. ഇതാണ് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. ആലോചിക്കും. ഇതൊന്നും ആരോടുള്ള വൈരാഗ്യം തീർക്കല്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ തൗഹീദിന്റെ മേഖലയിൽ നിന്ന് തെറ്റി നരകത്തിലേക്ക് മനുഷ്യൻ ചെന്നെത്തിച്ചേരുന്ന ശിർക്കിന്റെ മേഖലകളിലേക്ക് ആളുകളെ ഇന്ന് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഖബറിലേക്ക് വരെ ആരും ഇല്ല എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി ഹക്കിന്റെ മാർഗത്തിലേക്ക് ചേരുക. അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടി. ജനങ്ങളിലേക്ക് ശിർക്ക് കടന്നു വരുന്ന മറ്റൊരു മേഖലയാണ് മാലമൗലിദുകൾ. അത് മദ്ഹാണ്, അവരെ സ്നേഹിക്കലാണ്, അവരെ പുകഴ്ത്തലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ പേരിൽ നമ്മൾ നേർച്ചകളും അവരുടെ പേരിൽ ആണ്ടുകളും ഉറൂസുകളൊക്കെ പല ആളുകളും പലതും നടത്താറുണ്ട്. ഇപ്പൊ ജീലാനി ദിനവും ജീലാനി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുമ്പോൾ ചൊല്ലുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കാണുന്ന സാധനം. ഇതൊന്നും ഫോട്ടോസ്റ്റാറ്റ് അല്ല, ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാ. അൽ ഫുയൂലാത്തു റബ്ബാനിയ ഫിൽ മആസിരി വൽ ഔറാദിൽ ഖാദിരിയ. ഖാദിരിയ ത്വരീഖത്തിൽ ചേരുന്ന ആൾ ചൊല്ലേണ്ടുന്ന ദിക്റുകളും ഉറുദുകളും ദുആകളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അൽ ഫുയൂലാത്തു റബ്ബാനിയ ഫിൽ മആസിരി വൽ പിന്നെ ഔറാദിൽ ഖാദിരിയ. ഇതിന്റെ പേരാണ് അവർ സ്വന്ത ബെയ്ത്ത്. അവർ സ്വന്ത ബെയ്ത്തിന്നും ബഹുജ കിതാബിന്നും അങ്ങീനെ തെക്കുമീല തന്നീന്നും കണ്ടോവർ. അത് അവർ സ്വന്ത ബെയ്ത്താണ്. അവർ സ്വന്നിയിട്ടുമില്ലയും ഒളിഞ്ഞിട്ടുമില്ല എന്താളുകൾ സുമ്മാ പൊളി പേസുന്നത്. ഇതേ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ വെറുതെ കച്ചറ എഴുതിണ്ടാക്കിയതാണ്. ഈ അത്രത്തോളം എന്നറിയോ? ഇതിൽ പറയുന്നുണ്ട് അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ശൈഖ ത്വരീഖതി വമാ ഖുൽതു ഹത്താ ഖീല ലീ ഖുൽ വലാ തഖഫ് ഫഅൻത വലി ഫീ മഖാമിൽ വിലായതി. അനൽ വാഹിദു, ഞാൻ ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്. സത്യവിശ്വാസികൾ ഓതാൻ വേണ്ടി അള്ളാഹ് പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്ന സാധന അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി. ഞാൻ വാഹിദാണ്, ഞാൻ ഫർദാണ്. അൽ കബീർ, ഞാൻ വലിയവനാണ്. ബിദാതിഹി, സ്വയം. എന്നിട്ട് പറയാം വേറെ ഇതൊരു നോണ. ആ നുണക്ക് പറഞ്ഞ വേറൊരു നോണ. എന്താണെന്നറിയോ? വമാ ഖുൽതു ഹത്താ ഖീല ലീ ഖുൽ വലാ തഖഫ്. ഇത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, എന്നോട് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞതാണ്. ആര് പറയാൻ പറഞ്ഞു? അള്ളാഹ് പറയാൻ പറഞ്ഞിട്ടേ. ഇത് സാധുക്കളെ കൊണ്ട് ഓദിപ്പിക്കുക. ഇനി വല്ലാണ്ട് സാധുക്കൾ എന്ന് പറയാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം ഈ സാധുക്കളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ പുസ്തകത്തിൽ പറയാണ്, ഇതിനെ കുറെ അങ്ങനെ മുന്നോട്ട് പോയപ്പോ എന്താ പറഞ്ഞറിയോ? നിനക്ക് വല്ല ആവശ്യം നേരിട്ടാൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ വല്ല പ്രയാസം നേരിട്ടാൽ എന്ത് ചെയ്യണം? 2 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ട് അതിൽ സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസ് ഓതണം. ഇഖ്ലാസ് ഓതേണ്ടത് 11 തവണയാണ്. അത് ബിദ്അത്തായി. ഒക്കെ ബിദ്അത്ത് വന്നാൽ ശിർക്കുണ്ടാവും. ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തോട് പിന്നാലെ പോയി നോക്കി നിങ്ങൾ ശിർക്കുണ്ടാവില്ല. ഇസ്ലാമിൽ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ പാലിച്ചാൽ അതിൽ ശിർക്കില്ല. പുതിയത് എന്ത് വന്നോ ബിദ്അത്തുകൾ, അതിൽ ശിർക്കുണ്ടാവും. അത് വേറെ വിഷയമാണ്, സുദീർഘമായി പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ ബിദ്അത്ത് കടന്നു വന്നപ്പോ 12 റക്അത്ത് നിസ്കരിക്കണം, 11 തവണ ഇഖ്ലാസ് പാരായണം ചെയ്യണം. എന്നിട്ട് പറയാണ്, നമസ്കാരം കഴിഞ്ഞ ശേഷം നീ എണീറ്റ് നിന്നിട്ട് ഇറാഖിന്റെ ഭാഗത്തേക്ക് ഇലാ ജിഹത്തിൽ ഇറാഖി ഇലാ യമീനിൽ ഖിബ്ല, ഖിബ്ലന്റെ ഭാഗത്തേക്ക് 11 കാലടി വെക്കണം. വെച്ചടി മുന്നോട്ട്, ഓരോ കാലടി മുന്നോട്ട് ഇങ്ങനെ വെക്കുക വലത്തു ഭാഗത്തേക്ക്. ഓരോ കാലടി വെക്കുമ്പോൾ എന്ത് പറയണം? യാ ശൈഖ് മുഹ്യിദ്ദീൻ. ഒന്നാമത്തേല് അള്ളാന്ന് വിളിച്ചോന്നല്ല,
വലാ തദൂ മഅല്ലാഹി അഹദാ എന്ന് പറയുമ്പോ ഇതിന്റെ ഇവിടെ ഷർത്ത് പറയുന്നുണ്ട്, പാതിരക്ക് ചൊല്ലണം എന്നതാ. പാതിര സമയത്ത്, ഏതാ പാതിര സമയം? അല്ലാഹ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിക്കുന്നവരുണ്ടോ നൽകാം, പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഉത്തരം ചെയ്യാം, തൗബ ചെയ്യുന്നവരുണ്ടോ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് മനുഷ്യനെ അടുക്കാൻ പറ്റുന്ന സമയമാണ്. ശൈത്താന്റെ പണിയത് അകറ്റാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞത്? പാതിരക്ക് എണീറ്റ് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് 11 തവണ എന്ത് വിളിക്കണം? നിങ്ങൾ എണ്ണിക്കോളൂ കേട്ടോ, ഞാൻ എണ്ണം പറയുന്നില്ല. ഒന്നാമത്തെ കാലടി മുന്നോട്ട് വെക്കുമ്പോ യാ ശൈഖ് മുഹയ്യദ്ദീൻ, 2 യാ സയ്യിദ് മുഹയ്യദ്ദീൻ, യാ മൗലാന മുഹയ്യദ്ദീൻ, യാ മഖ്ദൂം മുഹയ്യദ്ദീൻ, യാ ദർവേശ് മുഹയ്യദ്ദീൻ, യാ ഖാജ മുഹയ്യദ്ദീൻ, യാ സുൽത്താൻ മുഹയ്യദ്ദീൻ, യാ ബാഷ മുഹയ്യദ്ദീൻ, യാ ഗൗസ് മുഹയ്യദ്ദീൻ, യാ ഖുത്ബ മുഹയ്യദ്ദീൻ, യാ സയ്യിദ് സാദാത്ത് അബ്ദുൽ ഖാദിർ മുഹയ്യദ്ദീൻ. 11 തവണ മുഹയ്യദ്ദീൻ ശൈഖിനെ നട്ടപ്പാതിരക്ക് വിളിക്കാൻ. ഇത് ഒരൊറ്റ പേജിലെ സംഗതി ഞാൻ പറഞ്ഞത്. ഇത് ഫുള്ളും അവർ ചൊന്നു എന്ന് പറഞ്ഞ് ഇവർ ചുമ്മാ വെറുതെ ചൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊന്നും ഇല്ല. അല്ലാഹു തആല എന്നോട് വിളിച്ച് ദുആ ചെയ്തു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ആ തൗഹീദിലേക്ക് ഈ മുഹയ്യദ്ദീൻ ശൈഖ് ക്ഷണിച്ചിട്ട് ആ ശൈഖ് പറഞ്ഞു പോലും നിങ്ങൾ എന്നെ വിളിച്ച് ദുആ ചെയ്തോളൂ എന്ന്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഇത് പുതിയ മുഹയ്യദ്ദീൻ മാല. ഈ പുസ്തകത്തിന്റെ അവസാന പേജിൽ ഒരു അധ്യായം കാണാം, ഹാദാ ദുആഉ. അവസാനത്തെ പേജിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകളെ കൊണ്ട് മുസ്ലിയാക്കന്മാരെ അവിടുന്ന് കപ്പലിൽ നിന്ന് വന്ന് ചൊല്ലിക്കണ സാധനം അതൊക്കെ. അതുകൊണ്ടാണ് അന്നേരം ബാലുശ്ശേരി പറഞ്ഞത് ഈ നാട് നന്നാകണമെങ്കിൽ ഒറ്റ മുസ്ലിയാക്കന്മാരും കപ്പൽ വഴി ഇങ്ങോട്ട് വരാൻ സമ്മതിക്കരുതെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇത് വെറുതെ പറഞ്ഞതല്ല. ഇപ്പൊ ഈ അവതരണത്തിന് മനസ്സിലായാലോ? ഈ പുസ്തകത്തിൽ അവസാന ഭാഗത്ത് ഹാദാ ദുആഉ, ഇത് ദുആയാകുന്നു. എന്താ എന്നിട്ട് ആ ദുആ ഒന്ന് കേട്ടോളൂ നിങ്ങൾ. എന്താ ദുആയിൽ പറയുന്നത്? ആരിനെ വിളിക്കണത്? യാ മുഹയ്യദ്ദീൻ ഫദ്ലുല്ലാഹി തആല അജ്ബിയ അത്ഫായിൽ. അല്ലയോ മുഹയ്യദ്ദീൻ ശൈഖ്, അത്ഫായിലെ ഉത്തരം തരണേ. ആരാണ് അത്ഫായിൽ? തിഫിൽ എന്ന് പറഞ്ഞ കുട്ടി, അത്ഫാൽ എന്ന് പറഞ്ഞ കുട്ടികൾ. അതിന്റെ കൂടെ ഈല് കൊടുത്ത അത്ഫായിൽ എന്നായി. ഈ ജിബ്രീൽ മീക്കായിൽ എന്നൊക്കെ പറയുമ്പോൾ അവസാനം ഈലിന് കൊടുത്ത എന്തോ കാര്യപ്പെട്ട പേരായി. എന്നാണ് സാധാരണക്കാർ വിചാരിക്കുന്നത്. പിന്നെ ചൊല്ലിപ്പിക്കുന്നത് മൂല്യന്മാരല്ലേ. അപ്പൊ എന്തോ സ്വർഗത്തിക്കുള്ള മാർഗം എന്നാ കരുതുന്നത്. എന്നിട്ട് ഈ നട്ടപ്പാതിരക്ക് പാവങ്ങൾ ഇരുന്ന് ചൊല്ലുക യാ തുഫായിൽ, യാ തുഫായിൽ. എന്ത് തുഫായിൽ? ഇനി കേട്ടോളൂ നിങ്ങൾ. പിന്നെ പറയാണ്, പിന്നെന്താണ്? അസുൽത്താൻ മുഹയ്യദ്ദീൻ സൈഫുല്ലാഹി തആല അജ്ബിയ ജംഹായിൽ. ജംഹായിലെ ഉത്തരം തരണേ. ജുഹലായിൽ അല്ല, എന്താ പറയാ? ജംഹായിലെ ഉത്തരം തരണേ. ഖാജ മുഹയ്യദ്ദീൻ ഫർമാനുല്ലാഹി തആല അജ്ബിയ ബർമതായിൽ. ബർമതായിലെ ഉത്തരം തരണേ. അൽ വലിയ മുഹയ്യദ്ദീൻ അമാനുല്ലാഹി തആല അജ്ബിയ ഖമറായിൽ. ഖമർ പറഞ്ഞ ചന്ദ്രൻ, ഖമറായി എന്ന് പറഞ്ഞ ആരാ? ചന്ദ്രേട്ടനോ? ഖമറായിൽ ഉത്തരം തരണേ. ബാവ മുഹയ്യദ്ദീൻ നൂറുല്ലാഹി തആല അജ്ബിയ തർതായിൽ. അൽ ഗൗസ് മുഹയ്യദ്ദീൻ ഖുതുബുല്ലാഹി തആല അജ്ബിയ ശംഹായിൽ. അൽ മഖ്ദൂം മുഹയ്യദ്ദീൻ ബുർഹാനുല്ലാഹി തആല അജ്ബിയ ബർതായിൽ. ദർവേശ് മുഹയ്യദ്ദീൻ ആയാത്തുല്ലാഹി തആല അജ്ബിയ കസറായിൽ. എന്ത് കസീർ എന്ന് പറഞ്ഞ അറബിയിൽ പദക്കുണ്ട്, ധാരാളം എന്ന അർത്ഥം. കസറായിൽ എന്ന് പറഞ്ഞ ആരാ? ഇത് ആരെ പേരാ? ഇതാണ് സുന്നത്യമാത്ത് സ്വർഗത്തുക്കുള്ള കനകക്കട്ടയാണ് ഇതൊക്കെ. ഇത് ചെല്ലാത്ത വഹാബിയാണോ പഴച്ചവനാണ്? വേണമെങ്കിൽ കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന നല്ലവരായ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ സ്വർഗം മാറിയേക്കെന്ന് ചിന്തിച്ചോളി. ഇതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ കസറായിൽ കഴിഞ്ഞാൽ പിന്നെ യാ ബാഷ മുഹയ്യദ്ദീൻ ഖുവ്വത്തുല്ലാഹി തആല അജ്ബിയ മത്രായിൽ. മത്രായിൽ പറഞ്ഞ മത്ര പറഞ്ഞ മഴ. എന്നാ ഹജറായിൽ, ഹജറ കല്ല്, ഷജറല്ല, ഷജറായിൽ എന്തും പറയാലോ. കഴിഞ്ഞിട്ടില്ല. അൽ ഫഖീർ മുഹയ്യദ്ദീൻ മുശാഹദത്തുല്ലാഹി തആല അജ്ബിയ തൗമായിൽ. മൗലാന മുഹയ്യദ്ദീൻ മഹബ്ബത്തുല്ലാഹി തആല അജ്ബിയ ശംസായിൽ. മൈക്കായിൽ, ബോക്സായിൽ, ആംബ്ലിഫാറായിൽ. എന്തൊക്കെ പറയാ? ദീനാണ്, സുന്നത്യമാത്ത്, തൗഹീദാണല്ലോ. ആലോചിക്കും, പഠിക്കും. അല്ലാഹു തആല പറഞ്ഞ ദീനിലൊന്നും ഇതില്ല. ഇതൊക്കെ ഇത് നമ്മൾ ചൊല്ലിയില്ലെങ്കിലോ അവർ വഹാബികളാ, പേച്ചോരാ, ഔലിയാക്കന്മാരെ മഹത്വപ്പെടുത്താത്തവരാ. ഇങ്ങനെ ഒരു മഹത്വപ്പെടുത്തൽ ഇസ്ലാമിലുണ്ടോ? ഇതൊക്കെ മുഹയ്യദ്ദീൻ ശൈഖിനെ വ്യത്യസ്ത പേരുകളായിട്ട് വിളിക്കാതൊക്കെ മത്രായിൽ, ഷംസായിൽ, ഗസറായിൽ, ബർത്തായിൽ, ഒക്കെ ജുഹലായിൽ. ഇതൊന്നും ഇസ്ലാം ദീനല്ല. എന്നിട്ട് നമ്മുടെ നാടുകളിൽ കുറെ ഇതൊന്നുമല്ല, മാലും മൗലിദുകളോ കണ്ടമാനം. ഓമാൻ ശ്രോതാക്കളുടെ പേരിൽ, ബദ്രീങ്ങളുടെ പേരിൽ, മുഹയ്യദ്ദീൻ ശൈഖിന്റെ പേരിൽ, അതിലൊക്കെ എന്താ? ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കുക. അപ്പൊ അത് ഹറാമിന്റെ ഭക്ഷണമായി മാറി. നമ്മൾ അതുകൊണ്ട് അതിനെ എതിർക്കുന്നത്. ഞാൻ ഒറ്റൊന്ന് മാത്രം പറയും. ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഓമാനൂർ ശുഹദാക്കൾ, ഓമാനൂർ
ഓമാനൂർ ശുഹദാക്കൾ ഒരു ശുഹദാക്കളായത് എങ്ങനെയെന്ന് പലർക്കും അറിയാം. ഏതൊരു പെണ്ണിന്റെ പിന്നാലെ കൂടിയിട്ട് നാട്ടിൽ നിന്ന് അടി കിട്ടിയിട്ട് അവനാന്റെ തലക്ക് വന്ന് അടി തടുക്കാൻ വയ്യാണ്ട് മരിച്ചുപോയ ആളുകളാണ്. അവരുടെ പേരിലൂടെ മൗലൂദ്. എന്നിട്ടോ അവരോട് പറയാണ്, അയാ ശുഹദാ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിലീനാ അഗീഥൂനാ ഇദസ്തബ്ദത് അലൈനാ കറൈബു ലൈസ ഫീനാ മൻ യഖീനാ. അല്ലയോ ശുഹദാക്കളെ, ഞങ്ങളിതാ നിങ്ങൾ ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നു. എന്തിനാ? ലിൽ ഇഗാസത്തി, സഹായം ചോദിച്ചിട്ട്, സായിലീൻ, സഹായം ആവശ്യപ്പെട്ടുകൊണ്ട്. അഗീസൂന, ഞങ്ങളെ സഹായിക്കണേ. കണ്ടോ, ബദ്രീങ്ങളെ ഇറങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? ഇത് തസ്തഗീസൂന റബ്ബക്കും, റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോ ഇവരോ അഗീസൂന ഇദസ്തബ്ദത് അലൈനാ കറൈബു ലൈസ ഫീനാ മൻ യഖീനാ. ഞങ്ങൾക്കൊരു പ്രയാസം ദുരിതം വന്നാൽ ഞങ്ങൾ ആരും സഹായിക്കാനില്ല, അതുകൊണ്ട് ഓമാനൂർ ശുഹദാക്കളെ ഞങ്ങളെ സഹായിക്കണേ. നബി മൗലിദ് എടുത്താലോ, യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ലേ, ലക്ഷ്യങ്ങൾ നേടിത്തരണേ. എന്നിട്ട് റസൂലിനോട് പറയാ. വാഴ മൗലിദ് എടുത്താലോ, അവരോട് ഇപ്പൊ CM മടവൂര് അവസാന കാലത്ത് നോമ്പും കൂടി ഇല്ലാതെ ജീവിച്ച മനുഷ്യനാ. ഇനി നോമ്പ് പറ്റുമല്ലവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നാലോ, വന്നോനും നോമ്പ് എടുക്കാൻ സമ്മതിക്കൂല, അവന് വെള്ളം കൊടുക്കും, നോമ്പ് കുടിപ്പിക്കുന്ന അത്രക്ക് സുഖമില്ലാത്ത ആളെ. എന്നിട്ടോ ഇപ്പൊ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരുടെ പേരിലുണ്ട് മൗലിദ്. ആ മനുഷ്യന്റെ പേരിൽ മൗലിദ് എഴുതി ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികള് മൗലൂദിന്റെ കിതാബുകളിൽ കാണാം. എല്ലാവരും നിങ്ങളോട് ദുആ ചെയ്യുന്നു, മടവൂരോരെ ഞങ്ങൾക്ക് ദുആ ഉത്തരം കിട്ടണം. എന്താ വേണ്ടത്? വേണം, പാപമോചനേ, സലാമത്ത്, രക്ഷ വേണം, വൽ ഫളിലു, ഔദാര്യം വേണം. ആരോട്? CM മടവൂരിനോട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് നാരാമണം ചവിടേക്കാത്ത മനുഷ്യനാ, എന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടുന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതെല്ലാം അപകടമാണ്, ശിർക്കാണ്. ഈ ശിർക്ക് ചെയ്താൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല ഒരിക്കലും പൊറുക്കില്ല. ഈ ശിർക്ക് അല്ലാഹു തആല പൊറുക്കില്ല. നരകം ശാശ്വതമാകും, സ്വർഗം നിഷിദ്ധമാകും. അതുകൊണ്ട് ഈ അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഖുർആനിലൂടെ ഹദീസിലൂടെ അമ്പിയാക്കന്മാരെ പഠിപ്പിച്ച തൗഹീദും ദീനും ശരിയാവണ്ണം തുടർന്നും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ഒരു വൈജ്ഞാനികമായ വിഷയാവതരണം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആർക്കെങ്കിലും സംശയം നിവാരണത്തിനുള്ള താല്പര്യമുണ്ടെങ്കിൽ അതിനു മുമ്പിൽ നമ്മൾ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. സ്ത്രീകളാണെങ്കിൽ അവരെ എഴുതി കൊടുത്തയച്ചാൽ ഇൻഷാ അല്ലാഹ് അവരുടെ സംശയങ്ങൾ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തീർക്കാൻ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ആർക്കും ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട്, സ്ത്രീകളുടെ ഭാഗത്തു നിന്നും എഴുതി കിട്ടിയിട്ടുണ്ട്. ചോദ്യമുണ്ടോ? സമയം കളയാൻ സമയമല്ല, ബാങ്കിന് സമയാകാറായി. ഒരു ചോദ്യം ഇവിടെ കിട്ടിയിട്ടുള്ളത്, ഒരു സംശയം ഒന്ന് വിശദീകരിച്ച് തരുവാൻ വേണ്ടി മാത്രമാണ് താഴെ പറയുന്ന ചോദ്യം ഉന്നയിക്കുക. അസ്ഹാബുൽ കഹ്ഫ് എന്ന കൂട്ടരെ പിരിശം വെച്ച് അവരെ തുടർന്ന നായക്ക് അള്ളാഹു സ്വർഗവും സ്വർഗത്തിൽ പ്രത്യേക തോപ്പും അനുവദിച്ചു കൊടുത്തു എന്ന് ചില കിതാബുകളിൽ നാം വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാലിഹീങ്ങളായ അസ്ഹാബുൽ കഹ്ഫുകളെ സ്നേഹിച്ച് ബഹുമാനിച്ച്
നായക്ക് അള്ളാഹു ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു എങ്കിൽ ഔലിയാക്കളെയും ബദരീങ്ങളെയും ബഹുമാനിക്കുന്ന മനുഷ്യർക്ക് ഒട്ടേറെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും കൊടുത്തുകൂടെ എന്നാണ് സംശയം. ഇൻഷാ അല്ലാഹ് അത് ഫദ്ലുക്കുമരി തന്നെ വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പണ്ട് കുറേ മുന്നേ, ഇപ്പോഴൊന്നല്ല, അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായി സ്വർഗത്ത് പോയാലും വഹാബികൾ സ്വർഗത്ത് പോകില്ല എന്ന് പറയാറുണ്ട് മുസ്ലിയാക്കന്മാർ. ഇപ്പോൾ പിന്നെ വല്ലാണ്ട് കേൾക്കലില്ല. കാരണം അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായ, അതായത് ഈ ഗുഹയിൽ കുറച്ച് ആളുകൾ ഉറങ്ങിയല്ലോ, അപ്പോൾ ആ ഗുഹാമുഖത്ത് ഒരു നായായിരുന്നു. വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്, ഇങ്ങനെ കൈ കുത്തിയിട്ട് അവിടെ തന്നെ ഇരുന്നു എന്നാ. ആ ഇരുത്തം ആ ഗുഹാവാസികൾ ഉറങ്ങിയ അത്രയും കൊല്ലം ഇരുന്നത്, അത് ആ ഗുഹാവാസികളുടെ ഉറക്കം എപ്രകാരം കറാമത്തായിരുന്നോ, അവർക്ക് അള്ളാഹു താല ചെയ്തു കൊടുത്ത സഹായമായിരുന്നു, അതേപോലെ അള്ളാഹു താല ചെയ്തു കൊടുത്തൊരു സഹായമാണ് സംരക്ഷണം എന്ന നിലക്കൊരു നായ അവിടെ ഇരിക്കുക എന്നുള്ളത്. അതുള്ളത് തന്നെയാണ്. ആ നായ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകുമെന്നോ സ്വർഗത്തിൽ നായ്ക്കൊരു തോട്ടുണ്ടെന്നോ പ്രാമാണികമായി സ്വഹീഹായ നിലക്ക് വന്നിട്ടുള്ള ഹദീസുകൾ വന്നിട്ടില്ല. സ്വഹീഹായ ഹദീസുകളിലൊന്നും സ്വർഗം നായ്ക്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം നരകവും സ്വർഗവും അള്ളാഹു താല നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് മുക്കല്ലഫുകളായ ആളുകൾക്കാണ്. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളും ശാസന വിധിവിലക്കുകളും പാലിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ. ആ നായിൻ്റെ അവിടെ ഇരുത്തം അത് ഇവിടെ ഔലിയാക്കളല്ലേ എന്ന് കരുതി ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഇരുന്നതല്ല, ആ നിയത്തോടു കൂടി ഇരുന്നതുമല്ല. അത് അള്ളാഹു താല അവർക്ക് വേണ്ടി സംവിധാനിച്ചു കൊടുത്തതാണ്. ഏതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്വഹാബി മരിച്ചു. ശത്രുക്കൾ സ്വഹാബിയുടെ മൃതദേഹം വികൃതമാക്കാൻ വേണ്ടി ആയുധങ്ങളുമായി വന്നു. ആ സ്വഹാബിന്റെ ചുറ്റും കടന്നൽ കൂട്ടം വന്നു. ശത്രുക്കൾക്ക് ഓടിപ്പോകേണ്ടി വന്നു. ഇനി കടന്നലുകളൊക്കെ സ്വർഗത്തിലുണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? അതൊരു കറാമത്താണ് അള്ളാഹു താല. അപ്പൊ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കും, അവരെ രക്ഷിക്കും, അവർക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കും. സംശയമില്ല. കറാമത്തിന്റെ വ്യത്യസ്ത വകഭേദങ്ങളാണ് അതൊക്കെ. ആ നിലക്കാണ് ഈ ഗുഹാമുഖത്തും ഒരു നായ ഇരുന്നത്. അപ്പൊ ആ നായ ഒരു സൽക്കർമ്മം എന്നുള്ള നിലക്കോ ഔലിയാക്കന്മാരെ സ്നേഹിക്കണം എന്നുള്ള നിലക്കോ ഇതിലൂടെ എനിക്ക് സ്വർഗത്ത് പോകണം എന്നുള്ള നിലക്കോ ചെയ്ത കാര്യം അല്ല. ഇതാണ് ചോദ്യത്തിന്റെ ഒരു വശത്തിന്റെ ഒരു മറുപടിയായി നൽകാനുള്ളത്. രണ്ടാമത്തത്, ഔലിയാക്കന്മാരെയും അതേപോലെ ഇത്തരം ആളുകൾക്ക് നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ അതിന്റെ പേരിൽ അള്ളാഹു താല ഖൈറും ബർക്കത്തും നന്മയൊക്കെ തരൂലേ എന്നാണ്. സ്വാഭാവികമായും തീർച്ചയായും നമ്മൾ ഔലിയാക്കന്മാരെ സ്നേഹിക്കണം, സംശയമില്ല. അള്ളാഹു താല പഠിപ്പിക്കുന്നുണ്ട് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ആദാലി വലിയൻ, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. അപ്പൊ അള്ളാഹിന്റെ ശത്രുവാണ് ആര്? ഔലിയാക്കന്മാരെ ശത്രുവായി കാണുന്നവൻ. അപ്പൊ ഔലിയാക്കന്മാരെ സ്നേഹിക്കൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുടെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. പക്ഷെ സ്നേഹം എന്നുള്ള പേരിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് വിമർശന വിധേയമായിട്ടുള്ളത്. ഇപ്പൊ ഒന്ന് സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. യാ സാഹിബൽ ബഗ്ദാദി കുല്ലി നാസിരി. മൊയ്യദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് എഴുതിയ മൊയ്യദ്ദീൻ മാലയിൽ 333 വകയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബഗ്ദാദിൽ മറമാടപ്പെട്ട മൊയ്യദ്ദീൻ ഷെയ്ഖെ കുല്ലി നാസിരി, എന്നെ സഹായിക്കണേ. അപ്പൊ അത് ശരിയല്ല. അത് അവരോടുള്ള ബഹുമാനമല്ല, ആദരവല്ല, അത് ആരാധനയാണ്. അത് പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഖുതുബിയത്തിലും കാണാം മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പേരെന്താണ്? അത് അവരെ ബഹുമാനിക്കലാണ്, ബഹുമാനമല്ല. ബഹുമാനിക്കണ്ടാന്നോ ആദരിക്കണ്ടാന്നോ സ്നേഹിക്കണ്ടാന്നോ എന്നോ അല്ല നമ്മൾ പറയുന്നത്. മുൻഗാമികളായ നമ്മുടെ എല്ലാ നല്ല ആളുകളെയും നമ്മൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അത് ഇസ്ലാമിന്റെ ഭാഷയാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് പിന്നീട് വരുന്ന ആളുകൾ. അപ്പൊ പ്രാർത്ഥന, അവരെ ആദരവ്, സ്നേഹം, പിന്നെ അവര് കാണിച്ചു തന്ന മാതൃകാപരമായ ജീവിതം നമ്മളും കൊണ്ടു നടത്തുക. ഗുഹാവാസികളായ ആ അസ്ഹാബുൽ കഹ്ഫ് എന്തുകൊണ്ട് അവർ ഗുഹയിൽ എത്തിപ്പെട്ടത്? അവർ ജീവിച്ച നാട്ടിലെ രാജാവ് ശിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിപ്പിച്ചു. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളെ നിൽക്കൂല. അപ്പൊ ആ രാജാവ് സമയം കൊടുത്തു. ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ ഇപ്പൊ സ്വീകരിച്ച യഥാർത്ഥമായ ഒരു വിശ്വാസം എന്ന് പറയുന്ന നിങ്ങളുടെ വിശ്വാസം ഉണ്ടല്ലോ, അതിന് പിന്മാറി ഈ നാട്ടിൽ ഞാൻ പറയുന്ന വിശ്വാസവും ആചാരമുണ്ട്, അതിന്റെ കൂടെ നടക്കണം, അല്ലെങ്കിൽ തല ഉണ്ടാവൂല എന്ന് പറഞ്ഞു രാജാവ്. അപ്പ ചെറുപ്പക്കാര് രാജാവിനെ വിട്ട് നാട് വിടുകയാണ് പേടിച്ചിട്ട്, അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട്.
ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അല്ലാഹുക്ക് പുറമെ ഒരാളെ ഞങ്ങൾ വിളിച്ചു ദുആ ചെയ്യൂല. അത് പറഞ്ഞിട്ട് അവർ പോയി, അതുകൊണ്ട് അവർ ഔലിയാക്കന്മാരായത്. എന്നിട്ടോ ഈ ഔലിയാക്കന്മാരെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കും ചെയ്യുക, അതിന് നായിന് തെളിവാക്കും ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും എന്തിനു തെളിവല്ല? അവരുടെ മദ്ഹം എന്ന പേര് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവല്ല. ഇതാണ് വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാനുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ മാർഗം സ്വീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. ഇനി മറ്റൊരു ചോദ്യം, അന്യ സ്ത്രീകളോട് സംസാരിക്കുന്നത് തെറ്റാണെന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ കണ്ടുവരുന്നത് പ്രായപൂർത്തിയായ മക്കളെ കല്യാണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉറപ്പിച്ചു വിടാറുണ്ട്. ഈ ഒരു കാരണത്താൽ ഈ മക്കൾ സംസാരിച്ചു തുടങ്ങുന്നു. വീട്ടുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. എങ്കിൽ ഇത് ഇസ്ലാമികമായി തെറ്റാണോ? ഇതിൽ ഒരു നിർവചനം നൽകാൻ പറ്റുമോ? അതായത് ഇവിടെ ഉള്ളൊരു സമ്പ്രദായം ആണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ബാലുശ്ശേരി ഞങ്ങളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ നമ്മുടെ മുഖാമുഖത്തിൽ തവസ്സുല്, ഇസ്തിഗാസ, പ്രാർത്ഥന, ആരാധന, അതായത് അഖീദാപരമായ വിഷയങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യാൻ വിചാരിച്ചത്. ആ വിഷയകമായി ഒതുങ്ങി നിന്നുകൊണ്ട് ചോദിക്കണം. കാരണം അത് ക്ലിയറായാലേ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൽ തന്നെ കേന്ദ്രീകരിക്കണം. ഏതായിരുന്നാലും ഒരു മുഖാമുഖം എന്ന നിലയിൽ നല്ലൊരു സംശയമാണ്, തീർക്കേണ്ടതാണ് എന്ന നിലയിൽ പറയണം. നമുക്കറിയാം, വിവാഹം നേരത്തെ നിശ്ചയിച്ചു വെക്കുക, എന്നിട്ട് ആ ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കാൻ ഉള്ള അവസരങ്ങളും നൽകുക. സ്വാഭാവികമായും അവരുടെ നിക്കാഹ് നടന്നിട്ടില്ലല്ലോ, നാളെ അത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് തെറ്റിപ്പോവുകയും ചെയ്യാം. അപ്പം അവരായി തുടങ്ങി വെക്കുന്ന ഈ ഒരു സംസാരം പിശാച് നമ്മുടെ മുമ്പിലൂടെയും പിന്നിലൂടെയും ഇടത് ഭാഗത്തുകൂടെയും വലത് ഭാഗത്തുകൂടെയും ഒക്കെ പ്രവേശിക്കും. പിശാച് എപ്പോഴും നമ്മളെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഏറ്റവും പ്രധാനമായൊരു കാര്യം, ഈ ആണും പെണ്ണും എന്ന് പറയുന്ന ഈ സംഗതി ലോകത്തെവിടെ ആയിരുന്നാലും, ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം ലക്ഷദ്വീപിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഇവിടെ പിന്നെ സിനിമാ തിയേറ്ററില്ല, അല്ലെങ്കിൽ വ്യാപകമായ മദ്യഷാപ്പുകളില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ആണും പെണ്ണും ഉണ്ട്. ആണും പെണ്ണും ലോകത്ത് എന്തൊക്കെ നടക്കുമോ അത് ദ്വീപിലും നടക്കൂ. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ മറ്റു പ്രദേശത്തെ അപേക്ഷിച്ച് പല തിന്മകളും ഇവിടെ ഇല്ലെങ്കിലും ആണും പെണ്ണും ഒരു പരസ്പര ആകർഷണത്വമുണ്ടല്ലോ. ഒരു പെൺകുട്ടി അന്യ സ്ത്രീ, അവളോട് സംസാരിച്ചു തുടങ്ങുക, പിന്നെ അടുത്ത ഫോൺ കോളിന് കാത്തു നിൽക്കുക, അടുത്ത ഫോൺ കോളിന് കാത്തു നിൽക്കുക. അത് വിവാഹത്തിന് മുമ്പ് തന്നെ പല സ്ഥലത്ത് വെച്ച് കാണാനും അനാവശ്യമായി സ്പർശിക്കാനും ചുംബിക്കാനും ഒക്കെ കാരണമാകാറുണ്ട് ലോകത്തെല്ലായിടത്തും. അതുകൊണ്ട് അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നമുക്ക് അല്ലാഹു തിൽക ഹുദൂദുല്ലാഹ് വമൻ യതഹദ്ദ ഹുദൂദല്ലാഹ്, അള്ളാഹു ഒരുപാട് അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. ആ അതിർവരമ്പുകളെ ഒരു കാരണവശാലും ലംഘിക്കുന്ന അവസ്ഥ. ഇപ്പൊ സെൽഫി ലോകത്ത് നിങ്ങൾക്കറിയാം, ഇപ്പൊ വിവാഹം ആലോചിക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ വരെ കൈമാറുന്നത് പിതാവിന്റെ കൂടെ ആയിരിക്കണം. എന്നിട്ട് അത് പയ്യനെ കാണിച്ച ഉടനെ അയാൾ തിരിച്ചു വാങ്ങണം. അത് ആ പയ്യൻ വെച്ച് നിൽക്കാൻ പാടില്ല എന്നുവരെ ലോകത്തിലെ ഉലമാക്കൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഉമ്മമാരാണ് അത് ഏറെ ഗൗരവമായി കാണേണ്ടത്. ഉപ്പമാർക്കും അതിൽ വലിയ ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതായിരുന്നാലും വളരെ നേരത്തെ കല്യാണം പറഞ്ഞു വെക്കുകയും അവരുമായുള്ള ഫോണും സംസാരവും അവരെവിടെ വെച്ച് കാണലും ഒന്നും ഇസ്ലാമികമായി ശരിയല്ല. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഫുജൂറും തഖ്വയും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് ചിന്മയിലേക്ക് ചായുന്ന ഒരവസ്ഥയുള്ള മനസ്സ്. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 53-ാമത്തെ വചനമാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതായും അല്ല സുലേഖയുടെ വാക്കായും ഒക്കെ പണ്ഡിത ലോകത്ത് അഭിപ്രായങ്ങളുള്ളൊരു വിഷയമാണ്. ഞാൻ എൻ്റെ നഫ്സിനെ അങ്ങനെ പരിശുദ്ധപ്പെടുത്തുന്നില്ല. മനുഷ്യന്റെ ആത്മാവ് അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് തെറ്റിലേക്ക് ചാഞ്ഞു പോകുന്നതാണ്. തീർച്ചയായും ഇല്ലാമാ റഹിമ റബ്ബി, എൻ്റെ റബ്ബിന്റെ കാരുണ്യം ലഭിച്ചവരല്ലാതെ
എന്ന് പറയുന്നുണ്ടല്ലോ, പടച്ചോന്റെ കാരുണ്യം ലഭിച്ചവരല്ലാതെ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു അന്യ സ്ത്രീയുമായുള്ള സംസാരമാകട്ടെ, നോട്ടമാകട്ടെ, ഇരുത്തമാകട്ടെ, എന്തുമാകട്ടെ, അത് നമ്മളെ തിന്മയിലേക്ക് എത്തിക്കും. നമ്മളെല്ലാവരും ആഗ്രഹിക്കണം എന്താണ്? തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ട് നന്മയിലേക്ക് എത്താനാണ്. മാത്രമല്ല, തിന്മ ചെയ്യുന്നത് വരെ മനുഷ്യനെ അത് പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. നമ്മളൊരു വോയിസ് കേട്ടു, പിന്നെ നമുക്ക് കാണണമെന്ന് തോന്നും, പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും മാറിയിരിക്കണമെന്ന് തോന്നും. അങ്ങനെ പലതിലേക്കും അത് എത്തിക്കും. അവസാനം ഒരിക്കലും പാടില്ലാത്ത വ്യഭിചാരത്തിലേക്ക് മനുഷ്യനത് കൊണ്ടെത്തിക്കും. നമ്മൾ ഒരു കാരണവശാലും അത്തരത്തിലുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കരുത്, സൂക്ഷിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗംഭീരമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മമാരും ഉപ്പമാരും അത് ശ്രദ്ധിക്കുകയും വളർന്നു വരുന്ന മക്കൾ അത് നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരവും കാര്യങ്ങളൊക്കെ നമുക്ക് അനുവദനീയമാണ്. ആ പെണ്ണ് അതിനു മുമ്പ് നമുക്ക് അവൾ അനുവദനീയമല്ല. അവളോട് എന്തെങ്കിലും നമുക്ക് പറയാനോ ചോദിക്കാനുണ്ടെങ്കിൽ അവളെ ഉപ്പ മുഖാന്തരം, അവളുടെ ഉമ്മ മുഖാന്തരം അത് ചോദിച്ച് ക്ലിയർ ചെയ്യാന്നല്ലാതെ അവർ തമ്മിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു സംഗതി ഇസ്ലാമികമല്ല, പാടില്ലാത്തതാണ്. പല ദുരന്തങ്ങളും ലോകത്തുണ്ടാക്കിയിട്ടുണ്ട്. ചെയ്യരുത്. അള്ളാഹു നമ്മെ സൂക്ഷ്മത പുലർത്താൻ കൂടുതൽ നമുക്ക് പക്വത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സമയം മഗ്‌രിബിനോട് അടുത്തിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ നാട്ടിലും ഓരോ സമ്പ്രദായങ്ങൾ ഉണ്ടാകും. ആ സമ്പ്രദായങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണെങ്കിൽ നമ്മൾ ആ സമ്പ്രദായം മാറ്റുകയാണ് വേണ്ടത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് മുമ്പുള്ള സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. മഗ്‌രിബ് നമസ്കാരാനന്തരം 8 മണി വരെ ഇൻഷാ അല്ലാഹ് ഒരു സമയമുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു ചോദ്യം കൂടി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമസ്കാരത്തിന് വേണ്ടി പിരിയാം. ആരെങ്കിലും ചോദ്യം ചോദിക്കാൻ ഉണ്ടോ? ഒരാൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷഫീൻ, കവരത്തി സ്വദേശിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഞാൻ ലോകത്ത് പല സ്ഥലത്തും പ്രവാചകന്മാരുടെ ഖബറെന്ന പേരിൽ കെട്ടിപ്പൊക്കിയതും കെട്ടിപ്പൊക്കാത്തതുമായ കുറേ ഖബറുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്തുക. കാരണം എൻ്റെ നാട്ടിലുള്ള സുന്നി സുഹൃത്തുക്കൾ ഇത് ഒരു തെളിവായി പല സമയത്തും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി ഒന്ന് വ്യക്തമാക്കുക. ഇൻഷാ അല്ലാഹ് ഫളലുക്കുമിൽ വിശദീകരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എപി വിഭാഗം സമസ്ത ഇറക്കിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഒരുപാട് ദർഗകളുടെ ഫോട്ടോവും അതിൻ്റെ താഴെയെല്ലാം പല നബിമാരെ പേരും കൊടുത്തുകൊണ്ടാണ് ഇറക്കിയിട്ടുള്ളത്. അത് പലപ്പോഴും അതിൻ്റെ പേര് കാണാ കാഴ്ചകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് കാണാ കാഴ്ച അല്ലെങ്കിൽ ഒരിക്കലും കാണാനും കൂടി കഴിയാത്ത കാഴ്ചയാണത്. ഇന്ന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ കമ്പ്യൂട്ടർ വൽക്കരിച്ച കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏത് ഡിസൈൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം അതിന് ഏതൊരു ശരിയല്ല എന്ന് പറയാനുള്ള വ്യക്തമായ തെളിവെന്താന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും കെട്ടിപ്പോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സ്വഹാബികൾക്ക് ശേഷം പിന്നീട് ആരും കണ്ടിട്ടില്ല എന്ന്. അത് കണ്ട ആളുകൾ പറയുന്നത് ഒരു ചാണ് മാത്രമേ അത് ഉയർത്തിയിട്ടുള്ളൂ. പക്ഷേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ചുറ്റും ഒരു കിടങ്ങ് പോലെ കുഴിച്ചിട്ട് ഇരുമ്പും ഉരുക്കുമെല്ലാം ഉപയോഗിച്ച് ആഴിയിലേക്കൊരു പടവുണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം അതും ഒരു കാലഘട്ടത്തിൽ ഷിയാക്കൾ ഇസ്ലാമിക ചരിത്രം പഠിച്ചു വെച്ചാൽ മാന്തി കൊണ്ടുപോകാൻ വന്ന ഒരു ചരിത്രം കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ഈ സമസ്തക്കാരായ ആളുകൾ ചെയ്യുന്നത് പോലെ ഷിയാക്കളുടെ വിശ്വാസമാണ് ഖബർ എന്ന് പറഞ്ഞത്. സമസ്തക്കാരെ പോലെ ഷിയാക്കൾ എന്നല്ല, ഷിയാക്കളെ പോലെ സമസ്തക്കാരായി മാറിയതാണ്. അപ്പോൾ അങ്ങനെ അതേ പണി ചെയ്യുന്ന ആളുകളാണ് ഷിയാക്കൾ. അപ്പോൾ അവരെ ആ ഖബർ കൊണ്ടുപോകാൻ, അത് ആ പ്രവാചകന്റെ ബോഡി എടുത്തു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല എന്നാണ്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുൽ അജ്സാദൽ അംബിയ. അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അത് സുരക്ഷിതം എന്ന നിലയ്ക്ക് അടിയിലേക്ക് കുഴിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ചുറ്റും 2 മതിലുകൾ വേറുണ്ട്. ഒന്ന് 5 മൂലയായിട്ട് മറ്റൊന്ന് 4 മൂലയായിട്ട്. എന്നാൽ അത് ആ പടവ് ഉയർത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു മുണ്ട് ഉറച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും അതാണ് പ്രവാചകന്റെ ശരിയായ ഖബറിന്റെ രീതി. അപ്പൊ ഖബർ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പോക്കിയത് ഖബറല്ല, അതിന്റെ സുരക്ഷിതം എന്ന നിലയ്ക്ക് ചുറ്റും ഉണ്ടാക്കിയ പടവാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉയർത്തിയിട്ടുള്ളത്.
പക്ഷെ ഇന്ന് അവർ പ്രവാചകന്റെ ഖബർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഏതോ നാട്ടിലുള്ള ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ഏതൊരു മനുഷ്യന്റെ ഖബർ. അതേപോലെ പല അമ്പിയാക്കന്മാരുടെയും പല നബിമാരുടെയും ഖബറുകൾ രൂപങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ചില ഭാഗങ്ങൾ മാത്രം മാറ്റിയിട്ട് വ്യത്യസ്തങ്ങളായ രൂപങ്ങളാക്കിയിട്ട് പലതും ഒരേ ഖബറാണ്. അപ്പോൾ അമ്പിയാക്കന്മാരുടെ ഒന്നും ഖബറുകൾ ഇന്ന ഭാഗത്താണെന്ന് കൃത്യമായി പറയാൻ ആർക്കും കഴിയില്ല. പല നബിമാരുടെയും ഖബറുകൾ ഫലസ്തീനിലാണ്, ചരിത്രം പറയുന്നൊരു വസ്തുതയാണ്. പക്ഷെ കൃത്യമായി ഇത് ഇന്ന നബിയുടെ ഖബറാണ്, ഇത് ഇന്ന നബിയുടെ ജാറമാണ് എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ രേഖാമൂലം ഇല്ല. പക്ഷേ ഖബറിനെ നിലനിർത്താനും ഖബർ നിലനിർത്താന്ന് പറഞ്ഞാൽ കെട്ടിപ്പൊക്കപ്പെട്ട ജാറകൾ നിലനിർത്താനും ആ ഖബർ പൂജയുമായി ബന്ധപ്പെട്ട സംസ്കാരത്തിന് തെളിവ് പിടിക്കാനും വേണ്ടി നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ കണ്ടെത്തിയൊരു മാർഗമാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് അതിൽ ഒരുപാട് ഖബറുകൾ ഇങ്ങനെ യൂനുസ് നബിന്റെ ഖബർ, ഇബ്രാഹിം നബിന്റെ ഖബർ, അതേപോലെ പല നബിമാരുടെയും ഖബറുകൾ. അപ്പൊ ഇങ്ങനെ ഖബർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് ഇതൊന്നും അടിസ്ഥാന ഇല്ലാത്ത കാര്യങ്ങളാണ്, അടിസ്ഥാന രഹിതങ്ങളാണ്. ഷിയാക്കളായിട്ടുള്ള ആളുകൾ, ഇപ്പൊ ഷിയാക്കള് ഇറാനിൽ കർബലയില് ഹുസൈൻ അള്ളാഹുവിന്റെ ഖബറുണ്ട്. അതേ കർബലയിലുള്ള അതേ ഹുസൈന്റെ ഖബർ എവിടെയുണ്ട്, റുള്ളന്റെ ഖബർ എവിടെയുണ്ട്, ഇറാനിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാഹൂ തങ്ങൾക്ക് രണ്ടെണ്ണെന്ന് പറഞ്ഞ പോലെ ഷിയാക്കൾ പല സ്ഥലങ്ങളിലും പല ആളുകൾക്കും പല ഖബറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ വല്ല ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും അടിസ്ഥാനം പോകുന്നത് ഈ ഷിയാക്കളിലേക്ക് തന്നെയാണ്. എന്തു തന്നെയായാലും നമ്മൾ ചുരുക്കി മനസ്സിലാക്കേണ്ട വിഷയം ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ള സംസ്കാരം ഇസ്ലാമിൻ്റെതല്ല. ഇനി ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും ആളുകൾ ഒരു നബിയോട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാ നബിമാർ ഉത്തരവാദികളുമല്ല. ഇപ്പൊ രാജ്യത്ത് വരുന്ന ഭരണാധികാരികൾക്ക് അനുസരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അവസ്ഥകൾ മാറിയെന്ന് വരാം. ഇപ്പൊ സൗദി അറേബ്യ ഇന്ന് ഇസ്ലാമിക ഭരണപ്രദേശമാണ്. അതിനു മുമ്പ് അവിടെ ഒട്ടോമൻ സാമ്രാജ്യം, തുർക്കിയുടെ കാലഘട്ടമായിരുന്നു ഉസ്മാനിയയുടെ ഭരണകൂടം. ഒരുപാട് ഖബറുകൾ കെട്ടിപ്പൊക്കിയത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പിന്നീടാണ് ഇസ്ലാമിക ഒരു വ്യവസ്ഥിതി അവിടെ വീണ്ടും വന്നപ്പോൾ അതൊക്കെ തകർത്ത് കളഞ്ഞത്. അപ്പൊ ഓരോ രാജ്യത്തും ഭരിക്കുന്ന ആളുകൾ വരുന്ന അനുസരിച്ച് കൂടി ചിലപ്പോ ആ നാട്ടിൽ അറിയപ്പെടുന്നതോ അറിയപ്പെടാത്തതോ ആയ ഖബറുകളൊക്കെ ചിലപ്പോൾ അവർ കെട്ടിപ്പൊക്കിയെന്ന് വരാം. അതുകൊണ്ട് നമുക്ക് എന്തായി മാറുകയില്ല, ഇസ്ലാമിൽ അങ്ങനെ ഒരു ഖബർ കെട്ടിപ്പൊക്കുന്ന സംസ്കാരമുണ്ട്, അതിന് തെളിവുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരൊറ്റ ഹദീസ് മാത്രം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പ് രണ്ട് വിഭാഗം ആളുകളെയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പ് രണ്ട് വിഭാഗം ആളുകളെയാണ്. ഒന്ന് നമസ്കാരം.